السلام عليكم ورحمة الله تعالى وبركاته. الحمد لله ميسر القرآن للذكر فهل من مدكر. الحمد لله عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ തികച്ചും അവിചാരിതമായി ക്ലാസ് മാറ്റിവെക്കേണ്ടി വന്നു എന്നതിൽ വളരെയധികം ഖേദം ഉണ്ട്. പക്ഷേ ക്ലാസ് എങ്ങനെയെങ്കിലും നടത്തുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ക്ലാസ് നടത്തുന്നത് കൃത്യമായും ശരിയായ രീതിയിലായിരിക്കണം എന്ന ഒരു നിഷ്കർഷത ഉള്ളതുകൊണ്ടാണ് ആ ക്ലാസ് നടക്കാതെ പോയത്. ക്ലാസ് എങ്ങനെയെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാമായിരുന്നു, പക്ഷെ അത് അങ്ങനെയല്ല. പ്രത്യേകിച്ച് സിലബസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലാണ് നിങ്ങൾ ഉള്ളത്. നിങ്ങൾ അതായത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രഥമ ബാച്ച് അല്ലെങ്കിൽ രണ്ടാമത്തെ ബാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഏതുവരെ ആയി, എന്തൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത് എന്നൊരു ധാരണ കൂടി ഉണ്ടായിക്കൊണ്ട് മാത്രമേ ക്ലാസ് മുന്നൊരുക്കത്തോടു കൂടി മാത്രമേ ക്ലാസ് നടത്താൻ പറ്റൂ അല്ലെങ്കിൽ നടത്തേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് ഒഴിവാക്കിയത്. ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പൂർണ്ണമായും എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. നമുക്കിപ്പോൾ ഏകദേശം ഖുർആന്റെ ഗ്രാമർ, ഖുർആനിക് ഗ്രാമർ 65% അറിയും. ഖുർആന്റെ വൊക്കാബുലറി 65% അറിയും. അതേപോലെ ഖുർആന്റെ പദപരിവർത്തന ഘടന നമുക്കറിയും. എന്തുകൊണ്ടും നമുക്കറിയും എന്ന് പറയുന്ന പോസിറ്റീവുകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മളത് പരിശീലിക്കുക എന്നതാണ്. ഡ്രൈവിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? ഇനി വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇനി ഫ്ലൈറ്റ് ഓടിക്കാനുള്ള പൈലറ്റ് ആയാലും അദ്ദേഹത്തിന്റെ പൈലറ്റിന്റെ യോഗ്യത എന്താണ്? പൈലറ്റ് എത്ര മണിക്കൂർ ഫ്ലൈറ്റ് പറത്തി എന്നതാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. എന്ന് പറഞ്ഞതുപോലെ എത്ര പ്രാവശ്യം നിങ്ങൾ ഇത് ഗ്രാമർ വായിച്ചു നോക്കുന്നതല്ല, ഖുർആൻ വായിക്കുക. അതിൽ ഓരോ പദങ്ങളും എനിക്കറിയുന്നതാണോ ഇല്ലയെന്ന് നോക്കുക. ഒരിക്കൽ അത് കൗണ്ട് ചെയ്യുക, അതിന്റെ പെർസെൻറ്റേജ് കൗണ്ട് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും നോക്കുക, ഞാൻ പഠിച്ച വെർബുകൾ എത്രയുണ്ടെന്ന് നോക്കുക. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പഠിച്ച രീതിയിലുള്ള പഠിക്കാത്ത വെർബുകൾ എത്രയുണ്ടെന്ന് നോക്കുക. ഇങ്ങനെ നാം പറയുന്ന ഓരോ പ്രാവശ്യവും പറയുന്ന ആ ഒരു റിവിഷൻ മെത്തേഡ് ഉണ്ട്, അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വായിച്ചു നോക്കുക. ഇതിൽ ഞാൻ എന്തൊക്കെ മനസ്സിലാക്കിയെന്ന് വായിച്ചു നോക്കുക. ഇനി എനിക്ക് അറിയാത്ത പദങ്ങൾ, പുതിയ പദം, ഒന്നോ രണ്ടോ പുതിയ പദങ്ങൾ ഉണ്ടെങ്കിൽ ആ പുതിയ പദം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഖുർആന്റെ ഏതെങ്കിലും ഒരു പരിഭാഷ എടുത്ത് നോക്കുക. അതിൽ ആ ഭാഗത്ത് ആ പദത്തിന് എന്തർത്ഥമാണോ ഉള്ളത് അതവിടെ ഉണ്ടാവും. പരിഭാഷയിലെല്ലാം വളരെ നിഷ്പക്ഷമായിട്ടാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമ്മുടെ ഭാഷയിൽ നമുക്ക് കൈകടത്തിൽ വരുത്താൻ പറ്റില്ലല്ലോ. പിന്നെ വ്യാഖ്യാനങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ശരി, അപ്പോൾ ഈ രീതിയിൽ നാം റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്കിൽ ഖുർആൻ കുറച്ചുനാൾ കഴിയുമ്പോൾ മനസ്സിലാകും. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് മനസ്സിലാകും. ഇതിൽ വേറെ പരിഹാരമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ബാച്ച് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നല്ലോ. ഇപ്പൊ ഗോൾഡൻ ആണ്, പിന്നീട് പ്ലാറ്റിനം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ തലത്തിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ പ്രാക്ടീസ് നമുക്ക് കിട്ടും. എന്തായാലും ഇന്നത്തെ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഞാനിവിടെ വാക്യഘടന മുതലാണ് റിവൈസ് ചെയ്യുന്നത്. നേരത്തെ ഫ്രൈസുകളാണ് നാം പഠിച്ച പല ഭാഗങ്ങളും ഫ്രൈസുകളാണ്, വാക്യത്തിന്റെ ഭാഗങ്ങളാണ്, വാക്യാംശങ്ങളാണ്, അല്ലെങ്കിൽ വാക്യശകലങ്ങളാണ്. വാക്യങ്ങൾ രണ്ട് തരത്തിലുണ്ട് അറബി ഭാഷയിൽ. ഒന്ന് നാമവാക്യം,
മറ്റൊന്ന് ക്രിയാവാക്യം. ഒന്ന് ക്രിയാവാക്യങ്ങൾ, മറ്റൊന്ന് നാമവാക്യം. സാധാരണഗതിയിൽ പഠിപ്പിക്കുന്നതെല്ലാം നാമവാക്യങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കാൻ എളുപ്പം നാമവാക്യങ്ങളാണ്. പക്ഷേ നാമവാക്യങ്ങളെ സംബന്ധിച്ചോളം കൂടുതൽ പഠിക്കാനില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഖുർആൻ മനസ്സിലാക്കുന്ന ആളെ സംബന്ധിച്ചോളം അറബി ഭാഷ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാമവാക്യത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സംഗതികൾ വളരെ കുറവാണ്. അത് നാം ആദ്യം തന്നെ പഠിച്ചു വന്ന സംഗതിയാണ്. ഇപ്പൊ 5ാമത്തെ ഭാഗം മുതലാണ് തുടങ്ങും. 3-4 ഭാഗം വരെ, 4ാമത്തെ ഭാഗം വരെ നാമവാക്യങ്ങളുടെ അല്ലെങ്കിൽ വാക്യങ്ങളുടെ ശകലങ്ങളുമായി, ഫ്രൈസുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. പൂർണ്ണ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അതിലെന്ത് വേണം? ക്രിയാവാക്യമാണെങ്കിൽ ക്രിയയ്ക്ക് ഒരു ക്രിയ വേണം, കർത്താവ് വേണം, കർമ്മം വേണം. ക്രിയ, കർത്താവ്, കർമ്മം. ഇതാണ് അതിന്റെ ഘടന. ലറബ സെയ്ദുൻ അമ്രൻ, ലറബ സെയ്ദുൻ അമ്രൻ എന്ന് പറയുന്നതാണ് അതിന്റെ വാക്യത്തിന്റെ ഘടന. അതായത് ക്രിയ ആദ്യം വരുന്നു, പിന്നീട് കർത്താവ് വരുന്നു, പിന്നീട് കർമ്മം വരുന്നു. ഇതാണ് വാക്യത്തിന്റെ അറബി ഭാഷയിലെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഘടന. ക്രിയ, കർത്താവ്, കർമ്മം. ചിലപ്പോൾ കർമ്മം ആവശ്യമില്ലാതെ വരും, അപ്പോൾ കർത്താവ് മാത്രം മതിയാവും. പക്ഷെ ക്രിയ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ക്രിയയുടെ കർത്താവ് അനിവാര്യമാണ്. നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ അടയാളങ്ങൾ, പദത്തിന്റെ അവസാനം എന്തൊക്കെയാണ് അടയാളങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു ലളിതമായ ഒരു നാമവാക്യമാണ് ഖലഖല്ലാഹുൽ അർദ. ഖലഖല്ലാഹുൽ അർദ. ഖലഖ ക്രിയയാണ്. ക്രിയയുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അത് വേറൊരു ഭാഗമാണ്. ഖലഖ ക്രിയയാണ്. ഖലഖ എന്ന് പറയുമ്പോൾ അതിൽ ഹുവ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പൂമുഖത്ത് നോക്കണം. ആ ക്രിയയുടെ അല്ലെങ്കിൽ ആ വീട്ടിന്റെ ഉടമസ്ഥനെ, ഒരു വീട്ടിന്റെ ഭൂമുഖത്ത് വീട്ടുടമസ്ഥനുണ്ടോ എന്ന് നോക്കും. അത് ഇല്ലെങ്കിലാണ് നമ്മൾ ബെല്ലടിച്ച് അകത്തുള്ള ആളിനെ തിരയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു ക്രിയ കണ്ടാൽ കർത്താവിന്റെ അടയാളമായ ലമ്മ് ഉള്ള നാമം അവിടെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോ ലമ്മുള്ള നാമം ഇവിടെയുണ്ട്, അള്ളാഹു എന്ന നാമമാണ് അത്. അതേപോലെ കർമ്മമുണ്ട്, കർമ്മം ഫത്തഹുള്ള നാമമാണ് കർമ്മം. അപ്പോൾ ഖലഖല്ലാഹുൽ അർദ, അള്ളാഹു എന്ന നാമം കർത്താവാണ്, അൽ അർദ കർമ്മമാണ്. അതോടുകൂടി വാക്യം പൂർണ്ണമായി. ഖലഖല്ലാഹുൽ അർദ. അപ്പൊ കർത്താവിന്റെ അടയാളം ഏതാണ് കർത്താവ് എന്നറിയണമെങ്കിൽ അത് ലമ്മുള്ള നാമമായിരിക്കും കർത്താവ്. ഫത്തഹുള്ള, അന്ത്യത്തിൽ ഫത്തഹുള്ള നാമം കർമ്മവും, അന്ത്യത്തിൽ ലമ്മുള്ള നാമം കർത്താവും, അന്ത്യത്തിൽ ഫത്തഹുള്ള നാമം കർമ്മം. ഖലഖല്ലാഹുൽ അർദ. വനാദ നൂഹൻ ഇബ്നഹു. നാദ നൂഹൻ ഇബ്നഹു എന്ന് പറഞ്ഞാൽ, അപ്പൊ നാദ വിളിച്ചു, നൂഹ വിളിച്ചു. അപ്പൊ ഇവിടെ നോഹ് കർത്താവാണ്, ഇവിടെ അള്ളാഹുവിന്റെ നാമം കർത്താവാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ലമ്മാണുള്ളത്, ഇവിടെ 2 ലമ്മും വരാം. അപ്പൊ കർത്താവിന്റെ അടയാളമായി ഒരു ലമ്മും വരാം, 2 ലമ്മും വരാം. ഇബ്നഹു എന്ന് പറഞ്ഞെടുത്ത് 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കർമ്മമുണ്ട് എന്നതാണ്. രണ്ടാമത്തേത്, അവിടെ നാമത്തിന്റെ അവസാനത്തിലാണ് അടയാളം വേണ്ടത്. അപ്പൊ നാമം ഏതാണ്? ഇബ്നുൻ എന്നതാണ് നാമം. ഇബ്നിന്റെ അവസാനം ഫത്തഹാണുള്ളത്. ഹു എന്നത് രണ്ടാമത് സർവനാമം ചേർത്തതാണ്, ഇന്ത്യ എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോ നാമം ഇബ്നാണ്, ആ ഇബ്നിന്റെ അവസാനത്തിലാണ് ഫത്തഹ വേണ്ടത്. നാദ നൂഹൻ ഇബ്നഹു. അപ്പോ ഇബ്ന് കർമ്മമായി. ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ. ഇന്ന തീർച്ചയായും നാം. അൻസൽന എന്ന് പറഞ്ഞപ്പോൾ അവിടെ പൂമുഖത്ത് കർത്താവില്ല, ഈ പൂമുഖത്ത് വീട്ടുടമസ്ഥനില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അൻസൽനായിലുള്ള, അവിടെ ലമ്മുള്ള ഒരു നാമം അതിന്റെ തൊട്ടടുത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അൻസൽനായിലുള്ള നഹ്നു, അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന നഹ്നു അല്ലെങ്കിൽ നാം എന്ന സർവനാമത്തെ കർത്താവായി പരിഗണിക്കണം.
ഇലയിക്ക താങ്കളിലേക്ക്. അപ്പോ അൽ കിതാബ കിതാബിനെ ഇറക്കി. കിതാബ് എന്താണ്? കർമ്മമാണ്. കർമ്മത്തിന്റെ അടയാളം അവിടെയുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ചില വാക്യശകലങ്ങൾ ഉണ്ടാകാം. ഇവിടെ കിതാബ് കർമ്മമാണല്ലോ. ഇലയിക്ക എന്നത് അതിന്റെ വിശദീകരണമാണ്, അൻസൽനയുടെ വിശദീകരണമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഫസാദഹുമുല്ലാഹു മറദൻ. നേരത്തെ പറഞ്ഞ വിശദീകരണങ്ങളാണ്, ഉദാഹരണങ്ങളാണ് ഞാനിവിടെ എടുക്കുന്നത്. പക്ഷെ വേറെ രീതിയിലാണ് വിശദീകരിക്കുന്നത്. ഫസാദഹുമുല്ലാഹു മറദൻ. അപ്പോ ഇവിടെ സാദ എന്നത് ക്രിയയാണ്. ഹും എന്നത് എന്താണ്? ഒന്നാമത്തെ കർമ്മമാണ്. അപ്പൊ ക്രിയയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നാൽ അത് കർമ്മമായിരിക്കും. ഓൾവേസ്, എപ്പോഴും ക്രിയയുടെ അവസാനത്തിൽ സർവനാമം അറ്റാച്ച് ചെയ്താൽ അത് കർമ്മമായിട്ടേ വരൂ. ഇതേപോലെ അറ്റാച്ച് ചെയ്താൽ, അൻസൽന പോലെയല്ല. അൻസൽനയുടെ ഉള്ളിലാണ് നഹ്നു ഉള്ളത്. അതേസമയം സാദ എന്നത് ഒറ്റയ്ക്ക് ഒരു ക്രിയയാണ്, ക്രിയയുടെ ഒരു പൂർണ്ണരൂപമാണ്. അൻസൽനയുടെ അൻസൽ എന്നത് പൂർണ്ണരൂപമല്ല. അഞ്ചല മാത്രമാണെങ്കിൽ പൂർണ്ണരൂപമാണ്. പക്ഷേ അൻസൽന എന്നതിൽ അൻസൽ എന്നത് പൂർണ്ണരൂപമല്ല. അങ്ങനെ ഒരു രൂപം നമ്മൾ പഠിച്ചില്ലല്ലോ. അഞ്ചല അഞ്ചലു, അഞ്ചൽത്ത് അഞ്ചൽത്തും, അഞ്ചൽത്തു അൻസൽന. അപ്പൊ അൻസൽന എന്നതാണ് ആ പൂർണ്ണരൂപം. അതേസമയം ജാദ ആണെങ്കിലോ ജാദ സാദു ജിത്ത ജിത്തും എന്നാണ് വരുന്നത്. അപ്പൊ എന്താണ്? ജാദ എന്നത് പൂർണ്ണരൂപമാണ്. അതിന്റെ കൂടെ ഹും എന്ന സർവനാമം വിളക്കി ചേർത്തതാണ്. അങ്ങനെ ഒരു ക്രിയയുടെ കൂടെ സർവനാമം വിളക്കി ചേർത്താൽ അത് കർമ്മമായിരിക്കും. അതായിരിക്കും ഒന്നാമത്തെ കർമ്മം. രണ്ട് കർമ്മങ്ങൾ ഉണ്ടാകാം. അപ്പോ ആ ക്രിയയോടൊപ്പം ചേർന്ന് വന്നത് കർമ്മമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ ക്രിയ, കർത്താവ്, കർമ്മം എന്ന ഓർഡർ മാറും. കാരണം എന്താ? ഇവിടെ ക്രിയയോടൊപ്പം ചേർന്ന് കർമ്മം വന്നു. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? കർമ്മം, അതായത് സർവനാമമാകുമ്പോൾ, കർമ്മം സർവനാമമാകുമ്പോൾ അതിനെ ക്രിയയിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല. ജാദഹും എന്ന് പകരം ജാദല്ലാഹുഹും മറന്നൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ കർമ്മം തന്നെ, അവിടെ കർമ്മം ക്രിയയോടൊപ്പം തന്നെ വേണം. ജാദഹും. അപ്പോ ജാദ എന്നത് ക്രിയ, ഹും കർമ്മം, അള്ളാഹു എന്നത് നാമത്തിന്റെ അവസാനം ലമ്മുണ്ട്. അതുകൊണ്ട് അള്ളാഹു എന്ന നാമം കർത്താവാണ്. അപ്പൊ വീണ്ടും ഒരു നാമം കൂടെ ഉണ്ട്, ഫത്തഹുള്ള നാമം. അപ്പോ അത് രണ്ടാമത്തെ കർമ്മമാണ്. അങ്ങനെ രണ്ട് കർമ്മങ്ങളുള്ള ചില ക്രിയകളുണ്ട്, 3 കർമ്മങ്ങളുള്ള ക്രിയകളുണ്ട്, 4 കർമ്മങ്ങളുള്ള ക്രിയകളും വരാം. അപ്പോ ഇവിടെ ജാദഹും, ജാദ അവൻ വർദ്ധിപ്പിച്ചു, ജാദ വർദ്ധിപ്പിച്ചു, ഹും അവർക്ക്, അള്ളാഹു വർദ്ധിപ്പിച്ചു, മറലൻ രോഗത്തെ. അപ്പൊ എന്താണ്? രണ്ട് കർമ്മം. ഹും ഒരു കർമ്മം, മറലൻ വേറൊരു കർമ്മം, കർത്താവ് അള്ളാഹു എന്ന നാമം. ഇദാ ജാഅ നസ്റുല്ലാഹി, ഇദാ ജാഅ നസ്റുല്ലാഹി. അവിടെ കർമ്മം പ്രസക്തമല്ല. കർമ്മം അവിടെ പ്രസക്തമല്ല. കാരണം എന്താണ്? ജാഅ എന്നതാണ് ക്രിയ. ജാഅ വന്നു. എന്ത് വന്നു? സഹായം വന്നു. ഇദാ ജാഅ നസ്റു, സഹായം വന്നു. ആരുടെ സഹായം? അള്ളാഹി, നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം. അള്ളാഹുവിന്റെ സഹായം വന്നാൽ അപ്പൊ അവിടെ കർമ്മം പ്രസക്തമല്ല. ജാഅയ്ക്ക് കർമ്മം വരാം, വരാതിരിക്കുകയും ചെയ്യാം. ജാഅയ്ക്ക് കർമ്മം വരികയും വരാതിരിക്കുകയും ചെയ്യാം. ജാഅഹും, ജാഅഹും എന്ന് പറഞ്ഞാൽ ജാഅയുടെ കൂടെ എന്ത് ചെയ്തു? കർമ്മം വന്നു. ജാഅഹും വന്നു, ഹും അവരുടെ അടുക്കൽ. അപ്പൊ എന്തായി? ജാഅയുടെ കൂടെ ഹും ചേർന്ന് വന്നാൽ കർമ്മമായി വരും. അങ്ങനെ ജാഅയ്ക്ക് കർമ്മം ഉണ്ടായിരിക്കുകയും ഇല്ലാതിരിക്കുകയും ചെയ്യാം. അതേസമയം ചില ക്രിയയ്ക്ക് കർമ്മം അനിവാര്യമാണ്. ലറബ എന്ന് പറഞ്ഞത് അടിച്ചു. അടിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കാം, ആരെ അടിച്ചു, എന്തിനെ അടിച്ചു, ആരടിച്ചു എന്നും ചോദിക്കാം. അപ്പോൾ കർത്താവ് വേണം, അവിടെ കർമ്മവും വേണം. ജാഅയ്ക്ക് ജാഅ വന്നു, നസ്റുല്ലാഹി അള്ളാഹുവിന്റെ സഹായം വന്നു എന്ന് പറയുമ്പോൾ സെന്റൻസ് പൂർണ്ണമാണ്. അവിടെ കർമ്മം ഇല്ലെങ്കിലും പൂർണ്ണമാവും. പിന്നെ അല്ലമ ആദമൽ അസ്മാ, അല്ലമ ആദമൽ അസ്മാ, അല്ലമ പഠിപ്പിച്ചു, ആദമിനെ അൽ അസ്മാ. ഇവ രണ്ട് സർവനാമമുള്ള രണ്ട് കർമ്മമുള്ള മറ്റൊരു സെന്റൻസ് ആണ്, മറ്റൊരു വാക്യമാണ്. അതോടൊപ്പം അല്ലമ എന്നതിൻ്റെ കർത്താവ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സർവനാമമാണ്. അപ്പോൾ കർത്താവ് പ്രകടമല്ലാത്ത
ഒരു ക്രിയയാണ് ഇവിടെ, ഒരു സെന്റൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേസമയം രണ്ട് കർമ്മവും വ്യക്തമായി പ്രകടമാണ്. നാമമായിട്ട് തന്നെ കർമ്മങ്ങൾ വന്നിട്ടുണ്ട്. ആദമ എന്നത് ഫത്തഹിൽ അവസാനിച്ച നാമമാണ്. അസ്മാഉം ഫത്തഹിൽ അവസാനിച്ച നാമമാണ്. അപ്പോൾ ഈ രണ്ടും കർമ്മമാണ്. അല്ലമ പഠിപ്പിച്ചു, അല്ലമ അവൻ പഠിപ്പിച്ചു. അപ്പൊ അതിലുള്ള ഹുവയാണ് അതിന്റെ കർത്താവ്. ആദമ കർമ്മമാണ്, അൽ അസ്മാ കർമ്മമാണ്, രണ്ടാമത്തെ കർമ്മമാണ്. അല്ലമ അവൻ പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? ആദമിനെ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? നാമങ്ങൾ പഠിപ്പിച്ചു, നൗണുകൾ പഠിപ്പിച്ചു. ജഅല ലക്കുമുൽ അർദ, ജഅല അവൻ ആക്കി, ലക്കും നിങ്ങൾക്ക്, അൽ അർദ ഭൂമിയെ, ഫിറാഷൻ വിരിപ്പാക്കി. അപ്പൊ ജാലയ്ക്കും എന്ത് വന്നു? ജഅല അവൻ ആക്കി. അപ്പൊ അവിടെയും എന്താണ്? ഹുവ ആണ് അതിന്റെ കർത്താവ്. ജായിലുള്ള ഹുവയാണ് കർത്താവ്. കാരണം ലമ്മിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ ലമ്മത്തിൽ അവസാനിക്കുന്ന ഒരു നാമം അവിടെ ഇല്ല എന്നതുകൊണ്ട്. അൽ അർദ ഭൂമിയെ ആക്കി. എന്താക്കി? ഫിറാഷൻ ആക്കി, ഫിറാഷാക്കി, വിരിപ്പാക്കി. അപ്പോ അർള് ഒന്നാമത്തെ കർമ്മവും ഫിറാഷ് രണ്ടാമത്തെ കർമ്മവും. അല്ലദീ അത്അമഹും, അപ്പോ അത്അമ ആഹാരം നൽകി, അത്അമ അവൻ ആഹാരം നൽകി, ഹും അവർക്ക്. അപ്പോ ക്രിയയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നപ്പോൾ എന്തായി? കർമ്മമായി. അപ്പൊ അത്അമയുടെ കർത്താവില്ല ഇവിടെ. കർത്താവ് എന്താണ്? മറഞ്ഞ സർവനാമമാണ്. അതിലുള്ള അത്അമയിലുള്ള ഹുവയാണ് അതിന്റെ കർത്താവ്. ഹും അതിന്റെ കർമ്മമാണ്. അപ്പോ അല്ല അത്അമ ഹും, അവൻ അവർക്ക് ആഹാരം നൽകി, മിൻ ജൂഇൻ വിശപ്പിൽ നിന്ന്. അല്ലദീ ഏതൊരുവനാണ്. ഇനി അല്ലദീയും അത്അമയും കൂടെ ചേർന്ന് വന്നാൽ അല്ലദീ അത്അമ ആഹാരം നൽകിയവൻ ആരോ? അവൻ എന്ന് വരും. വഇദ് ഖാല മൂസ ലിഖൗമിഹി, ഇവിടെ ഇദ് ഖാല മൂസ, ഖാല പറഞ്ഞു മൂസ. പറഞ്ഞത് ആരാണ്? മൂസ അലൈഹിസ്സലാമാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ലമ്മിൽ അവസാനിക്കുന്ന നാമം അല്ല മൂസ എന്നുള്ളത്. മൂസ എന്നുള്ളത് അവസാനത്തെ അക്ഷരം അലിഫാണ്, യാന്റെ ഷേപ്പിൽ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ആ അലിഫ് ഒരു അടയാളത്തെയും സ്വീകരിക്കുന്നതല്ല, അതുകൊണ്ട് അടയാളം വെളിവാകുന്നില്ല. അപ്പോൾ അടയാളം വെളിവാകാത്ത നാമങ്ങൾ വരാം. മൂസ പോലുള്ള നാമങ്ങൾ അടയാളം വെളിവാകാത്തത് വരാം. അങ്ങനെ വരുമ്പോൾ സാങ്കല്പികമായും അതിനെ ലമ്മ് കൊണ്ട്, സാങ്കല്പികമായ ലമ്മ് കൊണ്ട് അതിനെ കർത്താവ്, അതായത് സാങ്കല്പികമായ ലമ്മാണ് അവിടെ കർത്താവിന്റെ അടയാളം. ലമ്മുണ്ട്, പക്ഷെ എന്താണ് അവിടെ? സാങ്കല്പികമാണ്, പ്രകടമല്ല, അവ്യക്തമാണ്, അല്ലെങ്കിൽ പ്രകടമല്ലാത്ത രീതിയിലാണ് ഉള്ളത്. അങ്ങനെയും വരാം എന്നതാണ് ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത്. ഖാല മൂസ ലിഖൗമിഹി. ഇത്രയുമാണ് കർത്തരി പ്രയോഗത്തിലുള്ള, ഇത്രയും ഉദാഹരണം വരേണ്ടതില്ല, ഒറ്റ വാക്യം കൊണ്ട് നമുക്ക് തീർന്നു. ഇനി നാമ അന്ത്യം. നാമ അന്ത്യം പുല്ലിംഗ നാമങ്ങളിൽ നമ്മൾ നേരത്തെ നാമങ്ങളുടെ അന്ത്യം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. നാമങ്ങളുടെ അന്ത്യം അടിസ്ഥാനപരമായും ലമ്മായിരിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് അടിസ്ഥാനപരമായ ലമ്മായിരിക്കണമെന്ന് പറഞ്ഞു. ഖലഖല്ലാഹുൽ അർദ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താണ്? അടിസ്ഥാനപരമായ അള്ളാഹു എന്ന നാമം അവിടെ ഉണ്ട്, അവിടെ ലമ്മാണ്. പക്ഷെ അർള് വന്നപ്പോൾ എന്തായി? കർമ്മത്തിന്റെ അടയാളമായിട്ട് ഫത്തഹ് വന്നു. അപ്പൊ കർമ്മത്തിന്റെ അടയാളം വരുമ്പോൾ, കർമ്മമാസത്തിന്റെ സ്ഥാനത്ത് വരുമ്പോൾ അവിടെ നാമത്തിന്റെ അവസാനം ഫത്തഹ് വരും എന്നും നമ്മൾ പഠിച്ചു. അതേപോലെ നാമത്തിന്റെ അവസാനം കെസ്ർ വരുന്ന സന്ദർഭം നമ്മൾ പഠിച്ചു. കെസ്ർ വരുത്തുന്ന പദങ്ങൾ വന്നാൽ കെസ്ർ വരും എന്നും പഠിച്ചു. നാമത്തിന് ഒരു ഫത്തഹ് വരാം, രണ്ട് ഫത്തഹ് വരാം, ഒരു ലമ്മ് വരാം, രണ്ട് ലമ്മ് വരാം. അതൊക്കെ നമ്മൾ പഠിച്ചു. നാമ അന്ത്യം പുല്ലിംഗ ബഹുവചനങ്ങളിലാണ് പ്രത്യേകം പഠിക്കേണ്ടത്. പുല്ലിംഗ ബഹുവചനങ്ങൾ. നാമ അന്ത്യം പുല്ലിംഗ ബഹുവചനങ്ങളിൽ എന്തുകൊണ്ട് പ്രത്യേകം പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാമ അന്ത്യം സാധാരണ ഏകവചനങ്ങളിലും അസാധാരണ ബഹുവചനങ്ങളിലും, സാധാരണ ഏകവചനങ്ങളിലും അസാധാരണ ബഹുവചനങ്ങളിലും എന്താണ്? ഒരേപോലെ വെളിവാകും.
അല്ലമ ആദമൽ അസ്മാ എന്ന് പറഞ്ഞപ്പോൾ അസ്മാ ബഹുവചനമാണ്, അസാധാരണ ബഹുവചനമാണ്, ബ്രോക്കൺ ഫ്ലോറിലാണ്. അവിടെ സാധാരണഗതിയിൽ വെളിവാകും, അടയാളം വെളിവാകും. ഫീ സുദൂരിന്നാസ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അസാധാരണ ബഹുവചനമാണ്, അവിടെ എന്താണ് വെളിവായിട്ടുണ്ട്. സാധാരണ നാമങ്ങളിൽ വെളിവായി നമ്മൾ മുകളിൽ കണ്ടു. അപ്പൊ സാധാരണ നാമങ്ങളിലും അസാധാരണ ബഹുവചനങ്ങളിലും ഒരേപോലെയാണ്. ഉലായിക അസ്ഹാബുൽ മൈമനത്തി, അവിടെ കസ്ർ വന്നു, ഇലാഫത്ത് കൊണ്ട് കസ്ർ വന്നു. രണ്ടും കൂടെ ഈ ഇന്ത്യയുടെ എന്ന അർത്ഥത്തിൽ ചേർത്തപ്പോൾ സംബന്ധിക വിഭക്തി വന്നപ്പോൾ കസ്ർ വന്നു. കുത്തുബുൻ കയ്യമത്തും ലമ്മത്തും വന്നു, രണ്ട് ലമ്മും വന്നു, അതേപോലെ ഒരു ലമ്മും വന്നു. അസ്ഹാബ് ഒരു ലമ്മും വന്നു. ഒരു ലമ്മ് വരാം, രണ്ട് ലമ്മ് വരാം, അതൊക്കെ വരാറുണ്ട്. അതേസമയം സാധാരണ ബഹുവചനങ്ങളിൽ പുല്ലിംഗ നാമാന്ത്യം പുല്ലിംഗ ബഹുവചനങ്ങൾ, പുല്ലിംഗ ബഹുവചനങ്ങൾ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ സാധാരണ ബഹുവചനം, അസാധാരണ ബഹുവചനമല്ല, സാധാരണ ബഹുവചനം. ഇപ്പൊ സാധാരണ ബഹുവചനങ്ങളിൽ ലമ്മത്ത് ഏകവചനങ്ങളിൽ ലമ്മത്ത് വരേണ്ട സ്ഥാനത്ത് സാധാരണ ബഹുവചനങ്ങളിൽ ഊനയാണ് വരിക. മുനാഫിഖൂൻ നമ്മൾ സാധാരണ പറയുമ്പോൾ അല്ല, മുനാഫിഖീങ്ങൾ, മുസ്ലിമീങ്ങൾ എന്നൊക്കെ പറയും. ആ ഈനല്ല അടിസ്ഥാനപരമായി ഉള്ളത്, ഊനയാണ് അടിസ്ഥാനപരമായി. അത് അടിസ്ഥാനപരമായും ഉള്ള അടയാളം ഏതാണെന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏകവചനത്തിൽ അടിസ്ഥാനപരമായ അടയാളം ഏതാണ്? അവസാനത്തിലെ ലമ്മാണ് അടിസ്ഥാനപരമായ അടയാളം. അപ്പോ ഇസ്മുൻ നാമം, കൽബുൻ നായ പട്ടി, വലതുൻ കുട്ടി, ദൽവുൻ തൊട്ടി, ലമ്മാണ് അടിസ്ഥാനപരമായും നാമത്തിന്റെ അവസാനത്തിലുള്ള അടയാളം. ആ ലമ്മാണ് അടയാളമെങ്കിൽ എന്തായിരിക്കും ബഹുവചനം വരുമ്പോ? മുസ്ലിമുൻ, മുസ്ലിമൂന, മുസ്ലിമൂന്. അപ്പോ ഊനയാണ് അടിസ്ഥാനപരമായും ബഹുവചനങ്ങളിൽ, സാധാരണ ബഹുവചനങ്ങളിൽ ഉണ്ടാകുന്നത്. പിന്നെ ഈന വരുന്നത് എപ്പോഴാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടയാളമായ ലമ്മ് വരേണ്ട സ്ഥാനത്ത് ബഹുവചനങ്ങളിൽ എന്ത് വരും? ഊന വരും. ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്താ? അടിസ്ഥാനപരമായ ലമ്മാണെന്ന് നമ്മൾ പറഞ്ഞു, അടിസ്ഥാനപരമായ ബഹുവചനത്തിന്റെ രൂപം ഊനയാണെന്ന് പറഞ്ഞു. അപ്പോ മുനാഫിഖുൻ ഏകവചനമാണെങ്കിൽ, അൽ മുനാഫിഖു ഏകവചനമാണെങ്കിൽ അതിന്റെ ബഹുവചനം മുനാഫിഖൂന. അപ്പൊ യൗമ യഖൂലുൽ മുനാഫിഖൂന ബഹുവചനം. അത് ഏകവചനമായിരുന്നെങ്കിൽ യൗമ യഖൂലു മുനാഫിഖു എന്ന് മാത്രമേ പറയൂ. അതേപോലെ യഷ്ഹദുൽ മുഖറബൂന, ഊനയാണ് വന്നത്. ഏകവചനമായിരുന്നെങ്കിൽ മുഖറബു എന്നേ വരുള്ളൂ. ഫൽയഅമലിൽ ആമിലൂന, ആമിലൂന അവിടെ ഏകവചനമായിരുന്നെങ്കിൽ അൽ ആമിലു എന്നേ വരുള്ളൂ. ഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂന, അവിടെ എന്താണ്? ലമ്മാണ്. ലമ്മാകാൻ കാരണം എന്തെന്ന് നമുക്കറിയാം. യഖൂലുവിന്റെ കർത്താവാണ് മുനാഫിഖൂന, അതുകൊണ്ട് ലമ്മത്തുള്ളതാണ്. യഷ്ഹദുൽ മുഖറബൂന, ഇങ്ങനെയും കണ്ടുപിടിക്കും. ഇത് കർത്താവാണ്, കർത്താവിന്റെ അടയാളം ലമ്മാണ്. അപ്പൊ അതുകൊണ്ട് ഊന എന്നുള്ളത് നമ്മളുള്ള നാമമാണ്. ഫൽയഅമലിൽ ആമിലൂന, പണിയെടുക്കുന്നവർ പണിയെടുക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോ അമലിന്റെ ആമിലൂനയാണ് വന്നിരിക്കുന്നത്. അമലു എന്നതിന്റെ കർമ്മം അല്ല, കർത്താവാണ് ആമിലൂന. അപ്പോ കർത്താവിന്റെ അടയാളം ലമ്മാണ്, ലമ്മുള്ളതാണ് ഊന. ഫീ ദാലിക ഫൽയതനാഫിസുൽ മുതനാഫിസൂന, അപ്പൊ അതെന്താണ്? ലമ്മുള്ളതാണ്, കർത്താവാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫൽയതനാഫസ് മത്സരിക്കട്ടെ, അൽ മുതനാഫിസൂന മത്സരിക്കുന്നവർ. അതേപോലെ അല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, കരിഹിയുടെ കർത്താവാണ് കാഫിറൂന്, അങ്ങനെയും അത് ഊന് ലമ്മുള്ളതാണ് എന്ന് പറയാം. അപ്പൊ ലമ്മുള്ളതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ ലമ്മിന്റെ അടയാളം ഏതാണ്? മുനാഫിഖൂല ലമ്മിന്റെ ഈ കാഫിന്റെ ലമ്മല്ല ഇവിടെ ലമ്മിന്റെ അടയാളം. അതേപോലെ മുഖറബൂനയിലെ ബാഇന്റെ ലമ്മല്ല, ഫൽയഅമലിൽ ആമിലൂനയിലെ ലാമിന്റെ ലമ്മല്ല ലമ്മ്. അതേപോലെ ഫൽയതനാഫിസുൽ മുതനാഫിസൂനയിലെ സീന്റെ ലമ്മല്ല ലമ്മ്. കാഫിറൂനയിലെ റാഇന്റെ ലമ്മല്ല ലമ്മ ഉള്ള നാമം എന്ന് നമ്മൾ പറയുന്നത്. മറിച്ച്
മുനാഫിഖൂന എന്ന് വന്നത് കൊണ്ടാണ് നമ്മളുടെ നാമമാണ് എന്ന് പറയുന്നത്. അപ്പൊ ലമ്മിന്റെ അടയാളം ഏതാണ്? ബഹുവചനത്തിലെ വാവാണ്, ബഹുവചനത്തിന്റെ വാവാണ്. മുനാഫിഖൂന എന്ന് പറഞ്ഞപ്പോ ബഹുവചനത്തിന്റെ വാവാണ് ലമ്മിന്റെ അടയാളം. അപ്പൊ പുല്ലിംഗ സുരക്ഷിത ബഹുവചനങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ ബഹുവചനങ്ങളിൽ കർത്താവിന്റെ അടയാളം ബഹുവചനത്തിന്റെ വാവാണ്, അല്ലെങ്കിൽ ഊനയാണ് എന്നും പറയാം. ബഹുവചനത്തിന്റെ വാവാണ് എന്നതാണ് ഗ്രമറ്റിക്കൽ ലാംഗ്വേജ്. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ആദ്യ പ്രാവശ്യം പഠിപ്പിച്ചപ്പോൾ ഊനയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഊന കണ്ടാൽ അത് നമ്മളുടെ നാമമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോ സാധാരണ നാമങ്ങളിലും അസാധാരണ ബഹുവചനങ്ങളിലും നാമത്തിന്റെ അവസാനത്തിൽ അടയാളം വെളിവാകും. സാധാരണ ബഹുവചനങ്ങളിൽ അഥവാ സുരക്ഷിത ബഹുവചനങ്ങളിൽ ലമ്മിന്റെ അടയാളം ലമ്മിന്റെ സ്ഥാനത്ത് വരുന്നാൽ ഊനയായിരിക്കും അവിടെ വരിക, അല്ലെങ്കിൽ ബഹുവചനത്തിന്റെ വാവാണ് അവിടെ ലമ്മത്തിന്റെ അടയാളം. പുല്ലിംഗ ബഹുവചനങ്ങളിൽ ലമ്മത്തല്ലാതെ വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ലമ്മ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു യഷ്ഹദുൽ മുഖറബൂന, അവിടെ ലമ്മുള്ളതാണ്, കർത്താവായതുകൊണ്ട് അവിടെ ലമ്മുള്ളതാണ്. മുനാഫിഖൂന, അവിടെയും കർത്താവായതുകൊണ്ട് ലമ്മുള്ളതാണ്. അതേസമയം കർമ്മമായി വരുമ്പോഴോ ഫത്തഹിന്റെ സ്ഥാനത്ത് വന്നാൽ എന്ത് ചെയ്യും? ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ഊനയ്ക്ക് പകരം ഈനയാക്കണം. മുനാഫിഖീന ലാ തുതിഇൽ കാഫിരീന, ലാ തുതി, ഇതാണ് ആയത്ത്. വലാ തുതിഇൽ കാഫിരീന, സത്യനിഷേധികളെ അനുസരിച്ച് പോകരുത്. വൽ മുനാഫിഖീന, കപടവിശ്വാസികളെയും. അപ്പൊ യഖൂലുൽ മുനാഫിഖൂന യഖൂലുൽ കാഫിറൂന എന്നൊക്കെ പറഞ്ഞപ്പോ ലാ തുതി വന്നപ്പോ എന്തായി? അൽ കാഫിരീന. ലാ തുതി, നീ അനുസരിക്കരുത്. അൽ കാഫിരീന. അപ്പോ കാഫിർ എന്താണ്? കാഫിരീന എന്താണ്? കർമ്മമാണ്, ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ആയിട്ട് വന്നപ്പോൾ ഊനയല്ല വരുന്നത്. കാരണം എന്താണ്? ഊനയ്ക്ക് ലമ്മാണ് അടയാളം. അതേസമയം ഈന വന്നാൽ അവിടെ, അഥവാ ഈന വരുമ്പോൾ ഫത്തഹ ചെയ്യപ്പെടേണ്ട സന്ദർഭത്തിൽ എന്താണ് അടയാളം? ബഹുവചനത്തിന്റെ യാ ആണ് അടയാളം. ബഹുവചനത്തിന് വാവുമുണ്ട്, ബഹുവചനത്തിന് യാമുണ്ട്. അപ്പോ ലാ തുതിഇൽ കാഫിരീന എന്ന ഇതിനെ ഏകവചനത്തിലേക്ക് മാറ്റിയ ലാ തുതിഇൽ കാഫിറ വൽ മുനാഫിഖ എന്ന് കിട്ടും. അതേസമയം അതിന്റെ ബഹുവചനം വരുമ്പോൾ ഫത്തഹ ചെയ്യപ്പെടേണ്ട സ്ഥാനത്ത് ഈനയാണ് വരിക. ലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീന. അതേപോലെ ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന, ഫതനു മർദ്ദിച്ചു, പ്രയാസപ്പെടുത്തി, പീഡിപ്പിച്ചു. ആരെ? അൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ. അപ്പോ അൽ മുഅ്മിനീന എന്നത് എന്താണ്? കർമ്മമാണ്. കർമ്മമാണെന്ന് എങ്ങനെ മനസ്സിലായി? ഫത്തഹിന്റെ അടയാളമായ ബഹുവചനത്തിന്റെ യാ അവിടെ ഉള്ളത് കൊണ്ട്. ബഹുവചനത്തിന്റെ വാവ് വന്നാൽ എന്തിന്റെ അടയാളമാണ്? ലമ്മിന്റെ അടയാളമാണ്. ബഹുവചനത്തിന്റെ യാ വന്നാൽ ഫത്തഹിന്റെ അടയാളമാണ്. എന്നല്ലദീന ഫതനുൽ മുഅ്മിനീന. അപ്പോ ഫതനുൽ മുഅ്മിനീന എന്ന് കണ്ടാൽ അത് ഏകവചനമായിരുന്നെങ്കിൽ ഫതനുൽ മുഅ്മിന എന്നായിരിക്കും വരിക. അതേപോലെ സനസീദുൽ മുഹ്സിനീന വസനസീദുൽ മുഹ്സിനീന എന്ന് കാണാം.
അത് ഏകവചനമായിരുന്നെങ്കിൽ വസനസീദുൽ മുഹ്സിന എന്നായിരിക്കും വരിക. അപ്പൊ ഇവിടെ കർമ്മമായതുകൊണ്ട് മുഹ്സിനീന എന്ന് വന്നു. അഥവാ ഫത്തഹിന്റെ അടയാളമായ ബഹുവചനത്തിന്റെ യ ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ കർമ്മത്തിന്റെ അടയാളം എന്താണ്? ബഹുവചനത്തിന്റെ യ ആണ് കർമ്മത്തിന്റെ അടയാളമായ ഫത്തഹിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ഇവിടെ ഇവിടെയും അതാണ്. ഫത്തഹുൽ മുഅ്മിനീന ബഹുവചനത്തിന്റെ യ ആണ് കർമ്മത്തിന്റെ അടയാളമായ ഫത്തഹിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ലാത്തുൽ കാഫിരീന വൽ മുനാഫിഖീന എന്ന് പറഞ്ഞിടത്തും അത് തന്നെയാണ്. അപ്പോ വസനസീദുൽ മുഹ്സിനീന എന്നിടത്ത് ഏകവചനമായിരുന്നെങ്കിൽ വസനസീദുൽ മുഹ്സിന എന്നാകുമായിരുന്നു. ബശ്ശിരി സ്വാബിരീന എന്ന് നമുക്ക് കാണാം. ബശ്ശിർ, നീ സന്തോഷ വാർത്ത അറിയിക്കുക. സ്വാബിരീന ശമാലിക്കൾക്ക്. അവിടെയും എന്താണ്? സ്വാബിരീന, സ്വാബിറൂന എന്നല്ല പറഞ്ഞത്, സ്വാബിരീന. അപ്പോ അവിടെയും കർമ്മത്തിന്റെ അടയാളമായ ബഹുവചനത്തിന്റെ യ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ലാ യനാലു അഹദിൽ ളാലിമ എന്ന് ഏകവചനം പറയേണ്ടടുത്ത് ബഹുവചനമാകുമ്പോൾ ലാ യനാലു അഹദിൽ ളാലിമീന. അപ്പോ ഈന വന്നാൽ അത് ഫത്തഹിന്റെ അടയാളമായിരിക്കും എന്നത് ഒരു ഓപ്ഷനാണ്. ഈന വന്നാൽ അത് ഫത്തഹിന്റെ അടയാളമായിരിക്കാം എന്നത് ഒരു ഓപ്ഷനാണ്. രണ്ടാമത് ഒമാഹും ബിമുഅ്മിനീന എന്ന് വന്നാൽ ഒമാഹും ബിമുഅ്മിനീന അവിടെ ഫത്തഹ് വരേണ്ട സന്ദർഭമൊന്നും വന്നില്ലല്ലോ. ഫത്തഹ് വരേണ്ടത് എപ്പോഴാണ്? കർമ്മമായിരിക്കുമ്പോഴാണല്ലോ ഫത്തഹ് വരേണ്ടത്. ഫത്തഹ് വരേണ്ട സന്ദർഭം ഇവിടെ എത്തിയിട്ടില്ല. ഇന്ന വന്നാലും ഫത്തഹ് വരാം. ഇവിടെ ഇന്നയൊന്നും വന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്താണ്? ഇവിടെ കെസ്ർ വരുത്തുന്ന പദം മുൻകടന്നത് കൊണ്ട് കെസ്റിന് പകരമായിട്ടാണ് ഇവിടെ യാ വന്നിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം ഒന്നുകൂടി മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഈന ഈസ് ഈക്വൽ ടു മഫ്തൂഹ് അല്ലെങ്കിൽ ഫത്തഹ് ചെയ്യപ്പെട്ടതാണ്. ഈന വന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഫത്തഹ് ചെയ്യപ്പെട്ടതായിരിക്കാം. ഇവിടെ നോക്കുക, ഫത്തഹ് ചെയ്യപ്പെടേണ്ട സന്ദർഭങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. അതേസമയം കസ്ർ ചെയ്യപ്പെടേണ്ട സന്ദർഭം വന്നിട്ടുമുണ്ട്. ബി വന്നാൽ കസ്ർ ചെയ്യപ്പെടണം. അതുകൊണ്ട് മിനീന എന്ന് ഇവിടെ ഈന വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കസ്ർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. അവിടെ ഫത്തഹ് ചെയ്യപ്പെട്ടതാണോ കസ്ർ ചെയ്യപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ഇതാണ് അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകത. കാരണം ഇവിടെ മറ്റൊരു സംശയം ഉണ്ടാകാൻ ഇടയില്ലെങ്കിൽ ആ ഓപ്ഷൻ വേറൊന്നിനായിട്ട് ഉപയോഗിക്കുകയാണ്. ഫത്തഹ് ചെയ്യപ്പെട്ടതാണ് എന്ന് അറിയാൻ എന്ന് സംശയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതേ അടയാളത്തിന് എന്ത് ചെയ്തു? കസ്ർ ചെയ്യപ്പെട്ടതാണ് എന്നറിയിക്കാൻ കൊടുക്കുന്നു. കസ്ർ ചെയ്യപ്പെട്ടതാണെങ്കിലോ അവിടെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഇതാണ് അറബി ഭാഷയുടെ പ്രത്യേകതയും അതേപോലെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഒമാഹും ബി മുഅ്മിനീൻ. അപ്പൊ ബി വന്നത് കൊണ്ട് ഈന വന്നു. അപ്പൊ ഈന വന്നു കഴിഞ്ഞാൽ ബഹുവചനത്തിന്റെ യാ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫത്തഹ് ചെയ്യപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ കസ്ർ ചെയ്യപ്പെട്ടതായിരിക്കാം. നമ്മൾ ആദ്യം വായിച്ച് ഇങ്ങനെ വരുമ്പോൾ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പെട്ടെന്ന് സംശയം വരാം. കുട്ടനാട് വെള്ളത്തിൽ മുങ്ങി എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ രണ്ടുമാകാം. കുട്ടനാട് വെള്ളത്തിൽ മുങ്ങി എന്ന് പറഞ്ഞാൽ കുട്ടനാട് എന്ന് പറയുന്ന നാട് വെള്ളത്തിൽ മുങ്ങി എന്നുമാകാം. ആടിന്റെ കുട്ടി ആയ കുട്ടനാട് വെള്ളത്തിൽ മുങ്ങി എന്നുമാകാം. അതേസമയം ആ സെന്റൻസിന്റെ മുകളിലോ താഴെയോ ആ കുട്ടനാട് എന്നത് നാടാണോ അല്ല ആടാണോ എന്നത് വ്യക്തമാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് സംശയത്തിനിടയില്ല. അതേപോലുള്ള സന്ദർഭങ്ങളിൽ അറബി ഭാഷ അങ്ങനെയുള്ള ഓപ്ഷൻ ഭാഷ സംഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭാഷയുടെ എളുപ്പത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പൊ മിനൽ ജാഹിലീൻ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അവിടെ ഈന വന്നിരിക്കുന്നിടത്ത് ഫത്തഹ് ചെയ്യപ്പെട്ടതാണ് എന്ന് സംശയിക്കാൻ ഇടയില്ല. എന്നാൽ കസ്ർ ചെയ്യപ്പെടേണ്ട അടയാളം അവിടെ വന്നിട്ടുമുണ്ട്. കസ്ർ ചെയ്യപ്പെടേണ്ട സന്ദർഭം വന്നിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് കസ്ർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഈന വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ ജാഹിലീൻ എന്ന നാമം കസ്ർ ചെയ്യപ്പെട്ടതാണ്. അവിടെ കസ്റിന്റെ അടയാളം
ബഹുവചനത്തിന്റെ യാ ആണ്, അല്ലെങ്കിൽ ഈനയാണ് കസറിന്റെ അടയാളം എന്ന് നമുക്ക് പറയാം. അപ്പോ ഇവിടെ ഏകവചനമായിരുന്നെങ്കിൽ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹില എന്നാകുമായിരുന്നു, മിനൽ ജാഹിലി എന്നാകുമായിരുന്നു. കാരണം മിൻ വന്നതുകൊണ്ട് മിനൽ ജാഹിലി എന്ന് കസർ വരുമായിരുന്നു, മിൻ വന്നതുകൊണ്ട്. അതേപോലെ ദാലിക ബിഅന്നഹും ഖാലു ലൈസ അലൈനാ ഫിൽ ഉമ്മിയീന, ഫിൽ ഉമ്മിയീന അവിടെയും ഫത്തഹ് വരേണ്ടതാണോ എന്ന് സംശയിക്കാൻ ഇടയില്ല. അതേസമയം കസർ വരുത്തുന്ന പദമായ ഫി അവിടെ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഉമ്മിയീന എന്നത് കസർ ചെയ്യപ്പെട്ട പദമാണ്. അതിന്റെ അടയാളം ബഹുവചനത്തിന്റെ യ ആണ്, അല്ലെങ്കിൽ ഈനയാണ്. അവിടെ ഏകവചനമായിരുന്നെങ്കിൽ ഫിൽ ഉമ്മിയി എന്ന് വരുമായിരുന്നു, യാ ഇനി കസർ വരുമായിരുന്നു. അതേപോലെ ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീന, അലൽ കാഫിരീന കസർ ചെയ്യപ്പെടേണ്ട പദം വന്നു, അപ്പോ കസറിന്റെ അടയാളമായ ഈന വന്നു. മഅർ റാക്കിഈന വർക്കഉ മഅർ റാക്കിഈന അവിടെയും മഅ ഒപ്പം, അതിനുശേഷം വരുന്ന എന്തായിരിക്കണം? കസർ ചെയ്യപ്പെട്ടതായിരിക്കണം. മഅ നമ്മൾ പറഞ്ഞു ലീ മിനൻ മഅ, അപ്പോ അവിടെയും എന്തായി? ഈന വന്നിരിക്കുന്നത് കസർ ചെയ്യപ്പെടേണ്ട രീതിയിലാണ്. ഫതഹ് ചെയ്യപ്പെടേണ്ടതായ സംശയം ഉണ്ടാകേണ്ടതുമില്ല അവിടെ. ഇതാണ്. അപ്പോ ഊന വന്നാൽ ലമ്മാണ്, ലമ്മ് ചെയ്യപ്പെട്ട നാമമായിരിക്കും. ഈന വന്നാൽ ഒന്നുകിൽ ഫതഹ് ചെയ്യപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ കസർ ചെയ്യപ്പെട്ടതായിരിക്കും. രണ്ട് അവസ്ഥയും അവിടെ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് കാരണം, ഒരു അടയാളം തന്നെ ഉപയോഗിക്കാനുള്ള കാരണം. ഇനി നാമാന്ത്യങ്ങൾ സ്ത്രീലിംഗ ബഹുവചനങ്ങളിൽ, ഇടയ്ക്ക് സംശയം ചോദിക്കാം. പക്ഷെ സംശയം നിങ്ങൾ ചെറിയ ലഘു നോട്ടായിട്ട് അവിടെ എഴുതി വെച്ചിരുന്നാൽ ഒരുമിച്ച് ചോദിക്കാം. കാരണം സംശയം നിങ്ങൾ പെട്ടെന്ന് സംശയം ചോദിക്കാൻ വേണ്ടിയുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നൊന്നും മനസ്സിലാവില്ല. അപ്പോ നാമാന്ത്യത്തിന്റെ പ്രത്യേകതയുള്ളത് ഏതിലൊക്കെയാണ്? നാമാന്ത്യത്തിൽ പ്രത്യേകം പഠനം അർഹിക്കുന്നത് ഏതിലൊക്കെയാണ്? നാമാന്ത്യം സുരക്ഷിത പുല്ലിംഗ ബഹുവചനങ്ങളിലും സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനങ്ങളിലുമാണ് നാമാന്ത്യം പ്രത്യേകം പഠനം അർഹിക്കുന്നത്. ഇവിടെ നാമാന്ത്യം സ്ത്രീലിംഗ ഏകവചനത്തിൽ എങ്ങനെയാണ് നാം പഠിച്ചത്? ഫത്തഹ് വരാം, ഫത്തഹ് തൻവീൻ വരാം, കസ്ർ വരാം, കസ്ർ തൻവീൻ വരാം. അതേപോലെ ലം വരാം, ലമ്മ് തൻവീൻ വരാം. ഇതെല്ലാം നമുക്ക് നാം പഠിച്ച സൂറത്തുൽ ഗാശിയയിലെ 5 ആയത്തിൽ നമുക്ക് കിട്ടും. വളരെ നല്ല ഒരു ഹൃദയ അല്ലെങ്കിൽ ഹഠാത് ആകർഷിക്കുന്ന ഒരു ശൈലിയാണ് അത്. അതാക ഹദീസുൽ ഗാശിയതി വുജൂഹു യൗമഇദിൻ ഖാശിഅത്തുൻ ആമിലത്തുൻ നാസിബത്തുൻ തസ്ലാ നാറൻ ഹാമിയതൻ തുസ്ഖാ മിൻ ഐനിൻ ആനിയത്തിൻ. അപ്പോൾ അതാക ഹദീസുൽ ഗാശിയതി സ്ത്രീലിംഗ ഏകവചനമാണ്, കസ്ർ വന്നു. വുജൂഹു യൗമഇദിൻ ഖാശിഅത്തുൻ അവിടെ 2 ലം വന്നു. ആമിലത്തുൻ നാസിബത്തുൻ അവിടേക്ക് 2 ലം വന്നു. തസ്ലാ നാറൻ ഹാമിയതൻ അവിടെ ഫത്തഹ് 2 ഫത്തഹ് വന്നു. തുസ്ഖാ മിൻ ഐനിൻ ആനിയത്തിൻ 2 കസ്ർ വന്നു. അപ്പോ സ്ത്രീലിംഗ ഏകവചനങ്ങളിൽ ഫത്തഹും കസ്റും ലമ്മും വരാം, ഒന്നും വരാം, രണ്ടും വരാം. ഈ നാമാന്ത്യത്തിൽ സുക്കൂൻ വരില്ല കേട്ടോ, നാമാന്ത്യത്തിൽ സുക്കൂൻ വരികയില്ല. ഇനി സ്ത്രീലിംഗ ബഹുവചനത്തിൽ എങ്ങനെ വരും? സ്ത്രീലിംഗ ബഹുവചനം വരുന്നത് അടിസ്ഥാനപരമായും ഏത് രീതിയിലാണ്? മുസ്ലിമാത്തുൻ, ആത്തുൻ എന്നതാണ് അടിസ്ഥാനപരമായും സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനം, അല്ലെങ്കിൽ സാധാരണ സ്ത്രീലിംഗ ബഹുവചനം. മുസ്ലിമാത്തുൻ മുഅ്മിനാത്തുൻ ഖാനിതാത്തുൻ ദാഇബാത്തുൻ ആബിദാത്തുൻ സയ്യിആത്ത് ആബിദാത്തുൻ സായിഹാത്തുൻ സയ്യിബാത്തുൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ എന്താണ്? ആത്തുൻ എന്നതാണ് അടിസ്ഥാനപരമായും ഉള്ളത്. ഇപ്പൊ ബയ്യിനാത്തു എന്ന് ജാഅഹുമുൽ ബയ്യിനാത്തു എന്ന് നമ്മൾ ഉണ്ടാകേണ്ട സമയത്ത് അൻതംഫദ കലിമാത്തു റബ്ബി അവിടെ ആത്തു ആണ് ഉള്ളത്. കലിമാത്ത് സ്ത്രീലിംഗ ബഹുവചനത്തിലാണ്. വതറക്കഹും ഫീ ളുലുമാത്തിൻ, അപ്പോ തംഫദ കലിമാത്തു റബ്ബി ലമ്മ് വരേണ്ട സ്ഥലത്ത് ലമ്മ് തന്നെ വരും. ഇത് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. അവിടെ സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനത്തിൽ ലമ്മ് വരേണ്ട സ്ഥലത്ത് അവസാനം ലമ്മ് തന്നെ വരും. മുസ്ലിം കലിമാത്തു, ബയ്യിനാത്തു,
അതേസമയം കസ്ർ വരേണ്ട സ്ഥലത്ത് കസ്ർ തന്നെ വരും. തറക്കഹും ഫീ ളുലുമാത്തിൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി. കസ്ർ വന്നു, ഒരു കസ്റും വന്നു, രണ്ട് കസ്റും വന്നു. അപ്പോ സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനങ്ങളിൽ, സാധാരണ സ്ത്രീലിംഗ ബഹുവചനങ്ങളിലതുപോലെ തന്നെ ലമ്മും കസ്റും വെളിവാകും. അതേസമയം വലഖദ് ജാഅക്കും മൂസ ബിൽ ബയ്യിനാത്തി, അവിടെ ബി വന്നു, കസ്ർ വന്നു. വലിൽ മുത്തല്ലഖാത്തി ലീ വന്നതുകൊണ്ട് കസ്ർ വന്നു. മതഅൻ ബിൽ മഅറൂഫി വയുകഫിറു അൻകും മിൻ സയ്യിആതികും, അവിടെയും കസ്ർ വന്നു. അപ്പോ കസ്റും ലമ്മും പ്രത്യക്ഷത്തിൽ തന്നെ കാണാം. അതേസമയം കഫിർ അന്നാ സയ്യിആതിന, അവിടെ സയ്യിആത്തിന് കസ്ർ വരാൻ കാര്യം എന്താ? അവിടെ സയ്യിആത്ത് ഫത്ഹ് ചെയ്യപ്പെട്ടതാണ്. കാരണം എന്താണ്? കഫിർ, നീ പുറത്തു തരണമേ, അല്ലെങ്കിൽ മായ്ച്ചു കളയണമേ, അന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് മായ്ച്ചു കളയണം? സയ്യിആത്ത് മായ്ച്ചു കളയണം. അപ്പൊ സയ്യിആത്ത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്, കർമ്മമാണ്. എന്തിനെയാണ് മാറ്റി കളയേണ്ടത്? സയ്യിആത്തിനെയാണ് മാറ്റി കളയേണ്ടത്, അല്ലെങ്കിൽ മായ്ച്ചു കളയേണ്ടത്. അപ്പോ ഇവിടെ സയ്യിആത്തി, ആത്തി എന്ന് കസ്ർ വന്നിരിക്കുന്നത് എന്തിനു പകരമാണ്? ഫത്ഹ് ചെയ്യപ്പെടേണ്ടതിന് പകരമാണ്. ഇവിടെ കസ്ർ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് കാണിക്കുന്ന വേറെ അടയാളങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല, സംശയമുണ്ടാകാൻ സാധ്യതയില്ല. മോനെ ആ മൊബൈലിങ് എടുത്തിട്ട് വന്നാന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറയുക? മോൻ 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 എന്തായിരിക്കും എടുത്തിട്ട് വരിക? മോൻ മൊബൈൽ ലൈബ്രറി എടുക്കാൻ പോകുമോ? മൊബൈൽ ലൈബ്രറി ഉണ്ടല്ലോ, മൊബൈൽ മോർച്ചറി ഉണ്ട്, മൊബൈൽ ഷോപ്പുണ്ട്, അങ്ങനെ പല മൊബൈലും ഉണ്ട്. അപ്പോൾ മോൻ്റെ അടുത്ത് മൊബൈൽ എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കി മോൻ? അവിടെ പാപ്പയുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത്. അത് കൃത്യമായി അവിടെ നിന്ന് മനസ്സിലായിരിക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അതേസമയം മൊബൈൽ മോർച്ചറി, അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ്, മൊബൈൽ ലൈബ്രറി, അതിനൊക്കെ ആൾക്കാർ എന്ത് പറയും? പ്രത്യേകിച്ച് എടുത്ത് പറയും. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സന്ദർഭത്തിൽ അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ എന്താണ്? കഫിർ അന്നാ സയ്യിആതിന, വേറെ അടയാളങ്ങളൊന്നുമില്ല, കസ്ർ വരാനുള്ള കാരണങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ സയ്യിആത്ത് എന്നുള്ളത് ഫത്ഹ് ചെയ്യപ്പെട്ടതാണ്, കർമ്മത്തിന്റെ അടയാളമാണ്. അപ്പൊ ക്രിയ വന്നാൽ കർമ്മം വരണമല്ലോ. അപ്പൊ കർമ്മം സ്ത്രീലിംഗ പദമാണെങ്കിൽ അതിന് ആത്തി എന്നായിരിക്കും വരിക. ആമനു വഅമിലു സ്വാലിഹാത്തി, ആമനു അവർ വിശ്വസിച്ചു, വഅമിലു പ്രവർത്തിക്കുകയും ചെയ്തു. എന്ത് പ്രവർത്തിച്ചു? ഒബ്ജക്റ്റ് ഏതാണ്? അമിലു അവർ പ്രവർത്തിച്ചു, ഹും ആണ് അതിന്റെ കർത്താവ്. ഒബ്ജക്റ്റ് അല്ല, കർമ്മം ഏതാണ്? അസ്വാലിഹാത്തി, അവിടെ ഏകവചനമായിരുന്നെങ്കിൽ സ്വാലിഹത്ത എന്ന് വരുമായിരുന്നു. അമിലു സ്വാലിഹാത്തി. അപ്പോ ഫത്ഹിന് പകരം എന്താണ് കൊടുക്കുക? സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനങ്ങളിൽ കസ്റാണ് കൊടുക്കുക. അത് ബയ്യന്നൽ ആയാത്തി, ബയ്യന്ന നാം വ്യക്തമാക്കി തന്നു. അൽ ആയാത്തി, അൽ ആയാത്തി സൂക്തങ്ങൾ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം വ്യക്തമാക്കി. അപ്പൊ അവിടെ ബയ്യന്നയുടെ കർമ്മമാണ് അൽ ആയാത്ത്, അതിന്റെ അടയാളം കസ്റത്താണ് അടയാളം. താന്റെ കീഴിലുള്ള കസ്റത്താണ്. ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, ഖുതുവാതിശ് ശൈത്വാൻ. ലാ തത്തബിഉ, നിങ്ങൾ പിന്തുടരരുത്. എന്തിനെ പിന്തുടരരുത്? അപ്പോൾ അവിടെ ഒരു കർമ്മം ആവശ്യമായി വരുന്നു. അത് കർമ്മം ഫത്ഹുള്ളതായിരിക്കും, ഖുതുവാത്താണ് അത്. അതിന് കസ്റുള്ളത് ഫത്ഹ് എങ്ങനെയാണ്? സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമായതിനാൽ അതിനെന്ത് ചെയ്തു? കസ്ർ കൊടുത്തുകൊണ്ടാണ് ഫത്ഹിന്റെ സ്ഥാനത്ത് എന്താണ്? കസ്റാണ് വെളിവാകുക. അതേപോലെ അവൻ നിങ്ങളെ കാണിക്കും. അറായാണ് അതിന്റെ പൂർണ്ണക്രിയ. അറ നാം പഠിച്ചിട്ടില്ല, പക്ഷെ കാണിക്കുക എന്നാണ്. അറായുടെ ഒരു രൂപമാണ് യുറാഊന.
അവർ കാണിക്കുന്നു. യുരീക്കും ആയാത്തിഹി, അവൻ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾ കാണിച്ചു തരും. അപ്പോൾ ആയാത്ത് എന്താണ്? കർമ്മമാണ്. കർമ്മത്തിന്റെ അടയാളമായ ഫത്തഹ് വെളിവായിരിക്കുന്നത് കെസറിന്റെ രൂപത്തിലാണ്. കാരണം അത് സ്ത്രീലിംഗ വിവക്ഷിത ബഹുവചനമാണ് എന്നതിനാൽ. ഇത്രയും എഴുതിയെങ്കിലേ മാർക്ക് തരുള്ളൂ കേട്ടോ. എന്തുകൊണ്ട് കെസർ ചെയ്തു? കെസറിന്റെ അടയാളം എന്താണ്? അല്ല, ഫത്തഹിന്റെ അടയാളം എന്താണ്? വൈരീക്കും ആയാത്തിഹിലേക്ക് അല്ലെങ്കിൽ ഖുതുവാത്ത് ഷയാത്തീൻ എന്നൊക്കെ പറഞ്ഞു. ഖുതുവാത്തില് കർമ്മമാണോ, കർമ്മത്തിന്റെ അടയാളം ഏതാണ് എന്ന് ചോദിച്ചാൽ കർമ്മത്തിന്റെ അടയാളം കെസറത്താണ്. കാരണം അത് സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമാണ്. അതുകൊണ്ട് കെസറത്ത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫത്തഹ് ചെയ്യുന്നത്. വലഖദ് അൻസൽന ഇലൈക ആയാതിൻ ബയ്യിനാതിൻ. അൻസൽന ഇലൈക, നാം നിനക്ക് ഇറക്കി തന്നു. എന്തിനെ ഇറക്കി തന്നു? ആയാത്തിനെ ഇറക്കി തന്നു. അപ്പൊ ആയാത്ത് എന്താണ്? കർമ്മമാണ്. അവിടെ ഫത്തഹ് വരേണ്ട സ്ഥാനത്ത് എന്താണ്? കെസ്റാണ് വെളിവായിരിക്കുന്നത്. കാരണം അത് സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമാണ്. ബയ്യിനാത്ത് എന്നത് ആയാത്തിന്റെ വിശേഷണമാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടും 4 കാര്യങ്ങളിൽ യോജിച്ചു വരണം. അപ്പൊ ആ 4 കാര്യങ്ങളിലും അത് യോജിച്ചു വന്നിട്ടുമുണ്ട്. അപ്പോൾ ഫത്തഹിന് പകരവും കെസറിന് പകരവും എന്താണ് വരിക? കെസറിന് പകരം കെസർ തന്നെ ആയിരിക്കും. ഫത്തഹിന് പകരവും എന്തായിരിക്കും? കെസറായിരിക്കും വരിക. ഫത്തഹ് വരേണ്ട സ്ഥാനത്തും കെസർ വരേണ്ട സ്ഥാനത്തും എന്താണ് വരിക? കെസറായിരിക്കും വരിക സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനങ്ങളിൽ. പിന്നീട് നാം പഠിച്ചത് നാമാന്ത്യത്തിൽ കെസർ വരുത്തുന്ന പദങ്ങൾ. റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കെസർ വരുത്തുന്ന പദങ്ങൾ, ഇതിൽ ഇത്രയും പദങ്ങൾ, അഡീഷണൽ പദങ്ങൾ നാം കാണാൻ പഠിക്കുകയേ വേണ്ടിയുള്ളൂ. നാം ആദ്യം പഠിച്ചത് 2 ബാച്ചുകളാണ്. അതായത് ലീമിൻ അൻമ ബീഫി അല ഇല, ഇത്രയുമാണ് ആദ്യം പഠിച്ചത്. അതോടൊപ്പം വഹത്താക്ക വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വഹത്താക്ക, അത് വായ് സത്യം ചെയ്യാനുള്ള വായും ഹത്തായും, അതേപോലെ നാമത്തിന്റെ തുടക്കത്തിലുള്ള കായും അഷ്ഫിൻ എന്ന് പറയുന്ന പോലുള്ള കായും എന്താണ്? കെസർ വരുത്തുന്ന പദങ്ങളാണ് എന്ന് നാം കാണാൻ പഠിക്കുക. അങ്ങനെ വരുമ്പോൾ ബാച്ച് 1 ലീമിൻ അൻമ, ബാച്ച് 2 ബീഫി അല ഇല, ബാച്ച് 3 അല്ലെങ്കിൽ ഗ്രൂപ്പ് മൂന്നാമത്തെ ടീം വഹത്താക്ക എന്താണ്? ഇത്രയും കെസർ വരുത്തുന്ന പദങ്ങളാണ്. അതിന്റെ ഉദാഹരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കെസർ വരുത്തുന്നതായത് കൊണ്ട്. ഇനി നാമാന്ത്യത്തിൽ കെസർ വരുത്തുന്ന പദങ്ങൾ സപ്ലിമെന്ററി. സപ്ലിമെന്ററി എന്ന് അതിന് പേര് കൊടുക്കാൻ കാരണം ഇത് യഥാർത്ഥത്തിൽ ഇവ കെസർ വരുത്തുന്ന പദങ്ങൾ എന്ന പേരിലല്ല ഗ്രാമറിൽ അറിയപ്പെടുന്നത്. പക്ഷേ പ്രാക്ടിക്കലി ഇവയ്ക്ക് ശേഷമുള്ളതിന് കെസറാണ് ഉള്ളത്. കാരണം എപ്പോഴും അതെന്താണ്? ഇളാഫത്തിന്റെ അല്ലെങ്കിൽ സംബന്ധിക വിഭക്തിയുടെ സ്ഥാനത്തായിരിക്കും ശേഷമുള്ള നാമം വരിക. ഇന്ദ റബ്ബി എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബിന്റെ പക്കൽ. ദുൽ അർഷി, അർഷിന്റെ ഉടമസ്ഥൻ. ബി അയ്യി ദംബിൻ, ഏതൊരു കുറ്റത്തിന്റെ കാരണത്താൽ. കുല്ല ഷൈഇൻ, എല്ലാത്തിന്റെയും, എല്ലാ വസ്തുവിന്റെയും. ബി ബഅദുൽ കിതാബി, കിതാബിന്റെ അല്പം, കുറച്ച്. ഗൈരിൽ മഗ്ദൂബി, കോപിക്കപ്പെട്ടവന്റേത് അല്ലാത്ത. ബൈന സുൽബി, മിൻ ബൈനി സുൽബി, മുതുകിന്റെ ഇടയിൽ നിന്ന്, വാരിയെല്ലിന്റെ ഇടയിൽ നിന്ന്. സുൽബ് മുതുകല്ല്, മുതുകല്ലിന്റെ ഇടയിൽ നിന്ന്. ഖബല തുലൂഇ ശംസി, ഖബല വന്നാൽ തുലൂഇ, ഉദയത്തിന്റെ മുമ്പ്. അപ്പൊ എല്ലായിടത്തും എന്തുകൊണ്ട് വരുന്നുണ്ട്? ഇന്ത്യ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിർബന്ധ ഇദാഫത്ത് അല്ലെങ്കിൽ നിർബന്ധമായും സംബന്ധിക വിഭക്തിയായിട്ടാണ് വരിക. ആ തരത്തിലാണ് ഇവ കെസർ വരുത്തുന്ന പദങ്ങൾ എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ തന്നെ കാണാൻ പഠിക്കണം. ഇത് അടയാള സഹിതം, ഉദാഹരണ സഹിതം കാണാൻ പഠിക്കുക. ഇന്ദ റബ്ബിഹിം ദുൽ അർഷി ബി അയ്യി ദംബിൻ കുല്ല ഷൈഇൻ, ഇങ്ങനെ കൃത്യമായി വായിച്ചു പഠിക്കുക. ബി ബഅദുൽ കിതാബി ഗൈരിൽ മഗ്ദൂബി മിൻ ബൈനി സുൽബി ഖബല തുലൂഇ ശംസി മിൻ ബഅദി മീസാഖിഹി ഫൗക സൗത്തി നബിയ്യി മിൻ തഹ്തി അർജുലിഹിം വറാഅ ളഹിരി
ഹി. അവിടേക്ക് എന്താണ്? കസ്റാണ്. ഓക്കെ, ആരും സംശയം ചോദിക്കുന്നില്ല. സംശയം ചോദിക്കാതിരുന്നാൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നും മനസ്സിലായില്ല, രണ്ട് എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായ സംശയം ഒന്നും മനസ്സിലായില്ലെങ്കിലും സംശയം ഉണ്ടാവില്ല. എന്താണ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ബിസ്മില്ലാഹിർ. ഓക്കെ, അടുത്തത് ഇന്ന വ അഖവാതുഹ, ഇന്നയും സഹോദരിമാരും. ഇന്നയ്ക്ക് കുറെ സഹോദരിമാരുണ്ട്. അത് സഹോദരിമാരാരെല്ലാമാണ് എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, മറിച്ച് ഇന്ന വന്നാലുള്ള പ്രത്യേകതകളാണ് നാം പറയുന്നത്. ഇന്ന വന്നാലുള്ള പ്രത്യേകതകൾ. അപ്പൊ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നാമവാക്യം. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. രണ്ട് തരം വാക്യങ്ങളുണ്ട്. ഒന്ന് ക്രിയാവാക്യം, മറ്റൊന്ന് നാമവാക്യം. അപ്പൊ നാമവാക്യത്തിന് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ ഉടനെ ഖലഖല്ലാഹുൽ അർള എഴുതാം. ക്രിയാവാക്യത്തിന് ഉദാഹരണം പറഞ്ഞാൽ ക്രിയ വന്നിരിക്കുന്ന ഒരു വാക്യം എഴുതുക, ഖലഖല്ലാഹുൽ അർള. അതേപോലെ നാമവാക്യത്തിന് ഉദാഹരണം പറഞ്ഞാൽ വല്ലാഹു ബസീർ, അല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു ഖബീറുൻ ബസീർ എന്നൊക്കെ എഴുതാം. നാമവാക്യത്തിന് ഉദാഹരണം. നാമവാക്യത്തിൽ ക്രിയ ഉണ്ടാവുകയില്ല, ക്രിയാവാക്യത്തിൽ നാമം ഉണ്ടാകും കേട്ടോ. നാമവാക്യത്തിൽ ക്രിയ ഉണ്ടാകും, ക്രിയാവാക്യത്തിൽ നാമം ഉണ്ടാകും. നാമവാക്യത്തിൽ ക്രിയ ഉണ്ടാകാം. അത് എപ്പോഴായിരിക്കും എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. കാരണം നാമവാക്യം എന്ന് പറഞ്ഞാൽ നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യത്തിൽ നിന്ന് നാമവാക്യം. അപ്പൊ ആ ബിഗിനിങ് പാർട്ടിന് ശേഷം പിന്നീട് ഒരു ക്രിയ വന്നുകൂടായികയില്ല. അത് പിന്നീട് നമ്മൾ വരും കേട്ടോ. ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ എപ്പോഴെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നാമവാക്യത്തിന് ഉദാഹരണം നാമവാക്യത്തിന് ഉദാഹരണം നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യമാണ്. ഇവിടെ ഞാൻ നാമവാക്യത്തിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായും നാമമാണ്, അതിൽ ക്രിയ കടന്നു വരാത്തതാണ്. അൽ ബുസ്താനു ജമീൽ, അത് ഗ്രാമർ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്, ഖുർആനിലുള്ളതല്ല. ഇന്നൽ നാമവാക്യം. വല്ലാഹു ബിമാ തഅമലൂന ബസീർ നാമവാക്യമാണ്. ഇവിടെ തഅമലൂന വന്നിട്ടുണ്ട്. വല്ലാഹു ബസീറുൻ എന്നത് മാത്രമേ നാമവാക്യമായിട്ടുള്ളൂ. ബിമാ തഅമലൂന എന്നത് എന്താണ്? അതിന്റെ വിശദീകരണമാണ്. അപ്പൊ അവിടെ തഅമലൂന എന്ന ക്രിയ വന്നിട്ടുണ്ട്, പക്ഷേ അത് നാമവാക്യമാണ്, നാമത്തിൽ തുടങ്ങിയതുണ്ട്. ഞാനത് ക്രിയകൾ നാമമുള്ള വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഇത്തരം ഇടയിൽ കയറി വരുന്നതിനെ കുറിച്ചല്ല. ഇവിടെ എന്താണ്? വല്ലാഹു ബസീറുൻ എന്ന് പറഞ്ഞാലും എന്തായി? വാക്യം പൂർണ്ണമായി. ബിമാ തഅമലൂന എന്നത് ഇടയിൽ ഒരു വിശദീകരണമായി വന്നിരിക്കുന്നതാണ്. വല്ലാഹു വാസിഉൻ അലീം, അവിടെ എന്താണ്? വല്ലാഹു വാസിഉൻ എന്ന് പറഞ്ഞതോടുകൂടി രണ്ട് പദങ്ങളോടുകൂടി നാമവാക്യം പൂർണ്ണമായി. അലീം എന്നുള്ളത് അതിന്റെ വിശദീകരണമാണ്. അതാണ് നാമവാക്യം. ഈ നാമവാക്യത്തിലാണ് ഇന്നയും കാനയും കടന്നു വരുന്നത്. ഇന്നയും കാനയും കടന്നു വരുന്നത് നാമവാക്യത്തിലാണ്, ക്രിയാവാക്യത്തിലല്ല. അപ്പോ ഒരു സ്ഥലത്ത് ഇന്ന കണ്ടു അല്ലെങ്കിൽ കാന കണ്ടു എങ്കിൽ എന്ത് മനസ്സിലാക്കണം? അത് നാമവാക്യമാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ന അല്ലെങ്കിൽ ഇന്നയുടെ സഹോദരിമാരെ കണ്ടു, അല്ലെങ്കിൽ കാനയുടെ സഹോദരിമാരെ കണ്ടു, അപ്പോൾ അത് നാമവാക്യമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അൽ ബുസ്താനു ജമീലുൻ എന്ന നാമവാക്യത്തിൽ ഇന്ന വന്നാൽ എന്ത് വ്യത്യാസം വരും? ഇന്നൽ ബുസ്താന ജമീലുൻ, ഇന്നൽ ബുസ്താന ജമീലുൻ. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് പാർട്ട് 2 രണ്ടാം ഘട്ടത്തിൽ ഇതിന്റെ വിശദീകരണം വരുന്നുണ്ട്. അത് വേറെ രീതിയിലാണ് വരുന്നത്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ലളിതമായി പഠിക്കുക. ഇന്നൽ ബുസ്താന, ഇന്ന വന്നാൽ ശേഷമുള്ള നാമത്തിന്റെ അന്ത്യത്തിൽ എന്ത് ചെയ്യണം?
ഫത്ഹ് ചെയ്യണം. ഇന്നല്ലാഹ, ഇന്ന വന്നാൽ ശേഷമുള്ള നാമത്തിന് എന്നല്ല നമ്മൾ പറഞ്ഞു പഠിക്കേണ്ടത്, നാമവാക്യത്തിന്റെ പ്രാരംഭ ഭാഗത്തിന് എന്ന് കൊടുക്കണം. അതായത് നാമവാക്യത്തിന്റെ പ്രാരംഭ ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? നാമം കൊണ്ടാണല്ലോ തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രാരംഭ നാമമായിരിക്കും അത്, പ്രാരംഭ പദമായിരിക്കും അത്. ഇന്നൽ ബുസ്താൻ, അൽ ബുസ്താനു ജമീലുൻ. ഇന്ന വന്നാൽ ഇന്നൽ ബുസ്താന ജമീലുൻ. അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ ഇന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ഫത്ഹ് കൊടുക്കണം എന്ന് പറയാം. അൽ ബുസ്താനു ജമീലുൻ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബുസ്താനെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? ജമീലുൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ഫത്ഹ് കൊടുക്കണം അവസാനം. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ലമ്മ് സ്ഥിരപ്പെടുത്തണം. ഇത്രയും പഠിച്ചു വെക്കുക. ഇന്ന വന്ന വാക്യത്തിൽ ഇന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് അതിന് ഫത്ഹ് കൊടുക്കുക, അവന്റെ അന്ത്യത്തിൽ ഫത്ഹ് കൊടുക്കുക. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു അതിന്റെ അന്ത്യത്തിൽ ലമ്മ് സ്ഥിരപ്പെടുത്തുക. കാരണം ഇതിന് അടിസ്ഥാനപരമായ ലമ്മാണ്. അടിസ്ഥാനപരമായും എല്ലാ നാമങ്ങൾക്കും ലമ്മാണുള്ളത്. അപ്പൊ അത് ലമ്മിനെ സ്ഥിരപ്പെടുത്തി. അതേപോലെ ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. അപ്പൊ ഇന്ന വന്നത് കൊണ്ട് ഇന്ന ഉപയോഗിച്ച് ആരെക്കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ നാമത്തിന് എന്ത് ചെയ്തു? ഫത്ഹ് കൊടുത്തു. ബിമാ തഅമലൂന എന്നുള്ളത് അതിന്റെ വിശദീകരണമാണ്. ബസീറുൻ എന്നതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അള്ളാഹു കാണുന്നവനാണ് എന്നതാണ് വിഷയം. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. വല്ലാഹു വാസിഉൻ അലീം. ഇന്ന ഇല്ലെങ്കിൽ വാസിഉൻ അലീം ലമ്മാണുള്ളത്. ഇന്ന വന്നാലോ ഇന്നല്ലാഹ വാസിഉൻ അലീം. ഇന്ന വന്നാൽ ശേഷം വരുന്ന നാമത്തിന് അല്ലെങ്കിൽ ഇന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറയുന്നു അതിന് ഫത്ഹ് കൊടുക്കണം. ഇന്നയുടെ ഒരു സഹോദരിയെ പരിചയപ്പെട്ടിരിക്കുന്നത് അനിവാര്യമാണ്. ഇന്നയുടെ ഒരു പ്രധാനപ്പെട്ട സഹോദരിയാണ് അന്ന. ഇന്നയുടെ ഒരു പ്രധാനപ്പെട്ട സഹോദരിയാണ് അന്ന. അന്ന നാം പഠിച്ചിട്ടുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു എന്ന്. എന്താണെന്ന്? റസൂലുള്ളാഹി അല്ലാഹുവിനോട്. അപ്പോ ഇന്നയുടെ അർത്ഥം, ഇന്നയുടെയും അന്നയുടെയും അർത്ഥം എന്താണ്? എന്ന് എന്നാണ്. പക്ഷെ ഇത് രണ്ടിലും തീർച്ചയായും എന്ന സംഗതി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നയ്ക്ക് കൂടുതൽ ഉദാഹരണം പറയേണ്ടതില്ല. ഇന്ന സഅത ആതിയത്തുൻ, ഇന്ന നസ്റല്ലാഹി ഖരീബുൻ, ഇന്നല്ലാഹ ഗഫൂറുൻ, ഇന്നൽ മുനാഫിഖ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് അടയാളം വെളിവാകുന്നതാണ്. പിന്നെ ഇന്നൽ മുനാഫിഖീന എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഇന്ന വന്നാൽ ഫത്ഹ് ആണല്ലോ ചെയ്യപ്പെടേണ്ടത്. അപ്പൊ ഇവിടെ യാ കൊണ്ടാണ് ഫത്ഹ് ചെയ്തിരിക്കുന്നത്. ഏത് യാ? ബഹുവചനത്തിന്റെ യാ കൊണ്ട് ഫത്ഹ് ചെയ്തു. അതേപോലെ ഇന്നൽ മുത്തഖീന, അവിടെയും ബഹുവചനത്തിന്റെ യാ കൊണ്ടാണ് ഫത്ഹ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന സാഅത്തിന്റെ അവസാനം ഫത്ഹ് ഉണ്ട്, ഇന്ന വന്നതുകൊണ്ട്. അതേപോലെ ഇന്ന നസ്റല്ലാഹി, ഇന്ന വന്നുകൊണ്ട് നസ്റിന്റെ അവസാനം ഫത്ഹ് ഉണ്ട്. ഇന്നല്ലാഹ, അതുകൊണ്ട് അള്ളാഹു നാമത്തിന്റെ അവസാനം ഫത്ഹ് ഉണ്ട്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇവിടെ ഇന്നയുടെ കൂടുതൽ ഉദാഹരണങ്ങൾ വന്നു, അടയാളങ്ങൾ. ഇന്നൽ മുനാഫിഖീന, ഇന്ന വന്നാൽ എന്ത് ചെയ്യണം? ഫത്ഹ് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബഹുവചനത്തിന് എന്ത് ചെയ്യണം? യാ കൊണ്ടാണ് ഫത്ഹ് ചെയ്യപ്പെടുക. ഇന്നൽ മുത്തഖീന മറ്റൊരു ഉദാഹരണമാണ്. അതേപോലെ ഇന്നൽ ഹസനാതി, സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമാണെങ്കിലോ ഇന്ന വന്നാൽ എന്ത് ചെയ്യണം? ഫത്ഹ് ചെയ്യപ്പെടുമ്പോൾ അവിടെ കസ്റാണ് എഴുതുന്നത് ഫത്ഹിന് പകരം. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആതി. ഇന്ന വഹവാത്തുക, ഇന്നയുടെ സഹോദരിയായ അന്ന. വശഹിദു അന്നർ റസൂല, അന്ന വന്നതുകൊണ്ട് അന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് ഫത്ഹ് ചെയ്യപ്പെടുകയും അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഹക്ക് ആണ് എന്ന് പറയുന്നു. അതിന് ലമ്മ് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. വലമു അന്നല്ലാഹ അസീസുൻ ഹക്കീം. അതേപോലെ വലി തഅലമ അന്ന വഅദല്ലാഹി, അന്ന വന്നതുകൊണ്ട് അന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറയുന്നു? വഅദിനെ കുറിച്ച് പറയുന്നു. ഹക്കുൻ, സത്യമാണ് എന്ന്.
അതേപോലെ വനബ്യഹും അന്നൽ മാ, അന്ന വന്നതുകൊണ്ട് എന്ത് ചെയ്തു? അന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മാഇനെ കുറിച്ചാണ് പറയുന്നത്. മാഇനെ ഫത്ത് ചെയ്തു. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? മാഇനെ കുറിച്ച് എന്ത് പറഞ്ഞു? കിസ്മത്തിനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിലെന്ത് ചെയ്തു? നമ്മ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ്, യാതൊരു ഡൗട്ടും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. ഈ കാനിലേക്ക് പോകാൻ പോകണം. നോ ഡൗട്ട് അറ്റ് ആൾ, ക്രിസ്റ്റൽ ക്ലിയർ. അപ്പോ ഇന്ന വന്ന് നമ്മൾ പഠിച്ചു. ഇന്നയുടെ നേരെ വിപരീതമാണ് കാനയുടെ നിയമം. അപ്പോ ലിക്കാന ബാത്ത സാറ അംസാലി സല്ലൽ മാതാ മാക്സുമാലി ഇന്ന മിൻ അമൽ. ഇന്നയുടെ പ്രവർത്തനത്തിന്റെ നേരെ വിരുദ്ധമാണ് കാനയുടെ പ്രവർത്തനമുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അൽ ബുസ്താനു ജമീലുൻ എന്ന് പറഞ്ഞു. കാന വന്നാൽ എന്ത് ചെയ്യും? കാനൽ ബുസ്താനു ജമീലൻ. കാരണം എന്താണ്? കാന വന്നു കഴിഞ്ഞാൽ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ ലമ്മ് സ്ഥിരപ്പെടുത്തുകയും അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് ആ നാമത്തിന് ഫത്തഹ് കൊടുക്കുകയും വേണം. അതുകൊണ്ടാണ് കാനൽ ബുസ്താനു എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അൽ ബുസ്താനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ ലമ്മ് കൊടുത്തു. അതിനെക്കുറിച്ച് എന്താണെന്നാണ് പറയുന്നത്? ജമീലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെന്ത് ചെയ്തു? ഫത്തഹ് കൊടുത്തു. അപ്പോ പ്രാരംഭ നാമത്തിന് എന്ത് ചെയ്യണം? ലമ്മ് സ്ഥിരപ്പെടുത്തുകയും ഉപസംഹാര ഭാഗത്തിന് ഫത്തഹ് കൊടുക്കുകയും ചെയ്യണം. വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്നിടത്ത് കാന വന്നു കഴിഞ്ഞാൽ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. രണ്ടും ഖുർആനിലുള്ള സൂക്തം തന്നെയാണ്, പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട്. അതിന്റെ ആശയതലത്തിലേക്ക് പോകുമ്പോൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കാന അല്ലാഹു, കാന വന്നുകൊണ്ട് കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. ബിമാ തഅമലൂന, അള്ളാഹിനെ കുറിച്ച് എന്ത് പറയുന്നു? ബസീറാണ് എന്ന് പറയുന്നു, സൂക്ഷ്മമായി കാണുന്നവനാണ്. അപ്പോ എന്താണ് പറയാനുള്ളത്? നമുക്ക് പറയാം, അടുത്ത ആഴ്ച പരീക്ഷ എഴുതാൻ റെഡി ആയിക്കൊള്ളുക. അടുത്ത ആഴ്ച പരീക്ഷ എഴുതാൻ റെഡി ആയിക്കൊള്ളുക എന്ന് പറയുമ്പോൾ പരീക്ഷയിൽ അല്പസ്വല്പ വ്യത്യാസം ഉണ്ടാകാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ബുധനാഴ്ച തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഏതായാലും കൃത്യമായി അറിയിക്കും, അത് ഡേറ്റ് അറിയിക്കും. പരീക്ഷയുടെ ടൈം ടേബിൾ നോക്കിയിട്ട് ഫ്രീ ഉള്ള ടൈമിലാണ് അത് കൊടുക്കുക. കാരണം ഒരു ദിവസം ഒരു പരീക്ഷ നമുക്ക് നടത്താൻ പറ്റൂ നമ്മുടെ സിസ്റ്റം, ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച്. എന്താണ് സംശയമുള്ളത് ചോദിക്കാം. ഒരു സംശയമില്ല. കാനയുടെ മറ്റു ഉദാഹരണങ്ങൾ കൂടി ഞാൻ വായിക്കാം. കാനയുടെ മറ്റ് ഉദാഹരണം: കാന വഹ്വാത്തുഹ, കാനയും സഹോദരിമാരും എന്നാണ് പറയുന്നത്. കാനയും സഹോദരിമാരും എന്നുള്ളത് പദ്യരൂപത്തിലൊക്കെ കാനയുടെ സഹോദരിമാരെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കാനയുടെ സഹോദരിമാരാരൊക്കെയാണെന്ന് നോക്കുന്നില്ല. ഈ കാന തന്നെയും വളരെ ലളിതമായ രീതിയിലാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. ഇതേ ഘടനയിൽ ഖുർആനിൽ അധിക സ്ഥലത്ത് വന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും കാന വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആയിട്ട് ഇത് കണക്കാക്കേണ്ടതില്ല. ഇനി വേറൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ഞാൻ പല പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ മനസ്സിന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സംഗതി ആണെങ്കിൽ ആ യൂസേജ് ഖുർആനിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. കാന നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, കാനയും ഇന്നയും തോന്നേണ്ട കാര്യമില്ല. ഹൈസ്കൂൾ ലെവലിൽ കുട്ടികളെയാണ് അവിടെ ഈ ഗ്രാമർ പഠിപ്പിക്കുന്നത്. അറബി നാടുകളിൽ ഹൈസ്കൂൾ ലെവലിൽ പഠിപ്പിക്കുന്ന
ഹൈസ്കൂൾ ലെവലുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഗ്രാമറാണ് ഇന്ന വഹ്വാത്ത് കാന വഹ്വാത്ത്. ചിലപ്പോൾ അതിന്റെ മിഡിൽ സ്കൂളിൽ പഠിപ്പിച്ചേക്കും തോന്നുന്നു. എന്തായാലും ഹൈസ്കൂളിലോ അതിന് താഴെയോ പഠിപ്പിക്കുന്ന വിഷയമാണ് ഇന്നയും കാനയും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ലളിതമായ സംഗതിയാണ്. നമ്മൾ പറയുന്ന ആ വാക്യത്തിന്റെ അതേ ഘടനയിൽ ഖുർആനിൽ വന്നിട്ടുള്ളത് കുറവാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, ഇതാണ് കാന ഇല്ലാത്ത വാക്യം. കാന വന്നാൽ കാന അല്ലാഹു ഗഫൂറർ റഹീമ. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ ലമ്മ സ്ഥിരപ്പെടുത്തുക. അപ്പൊ അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്, അതിനെ ലമ്മ സ്ഥിരപ്പെടുത്തി. അള്ളാഹിനെ കുറിച്ച് എന്താണെന്നാണ് പറഞ്ഞത്? ഗഫൂർ ആണ് എന്നാണ് പറഞ്ഞത്. അതിനെന്ത് ചെയ്യണം? ഫത്ഹ് കൊടുക്കണം. ഗഫൂറൻ. റഹീം എന്നത് അതിന്റെ വിശദീകരണമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം. കാനയോ ഇന്ന ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്നഹു കാന തവ്വാബ ഉദാഹരണത്തിൽ വരുമായിരിക്കും, നമ്മൾ നോക്കാം കേട്ടാ. ഇന്നഹു കാന തവ്വാബ എന്നുള്ളത് ഉദാഹരണത്തിൽ വരുമായിരിക്കും, നോക്കാം. വല്ലാഹു അലീമുൻ ഹക്കീം എന്നത് കാന ഇല്ലാത്ത വാക്യമാണ്. കാന വന്നു കഴിഞ്ഞാൽ വകാന അല്ലാഹു അലീമൻ ഹക്കീമ. അപ്പൊ ഇത് നമുക്ക് ഖുർആൻ മെമ്മറൈസ് ചെയ്യാൻ, മനഃപ്പാടമാക്കാൻ വളരെ 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 അനിവാര്യമായ ഘടകമാണ്. ഈ നാമത്തിന്റെ അവസാനത്തിലുള്ള അടയാളങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് കാനയും ഇന്നയും ഉള്ള കാനയുടെയും ഇന്നയുടെയും നിയമങ്ങൾ. കാരണം കാനയും ഇന്നയിലും കാനയും കൊണ്ട് അവസാനിക്കുന്ന ഒരുപാട്, ഇന്ന കൊണ്ട് അവസാനിക്കുന്നല്ല പറഞ്ഞ, അതിന്റെ നിയമങ്ങൾ ബാധകമാകുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ അവസാനിക്കുന്ന ഒരുപാട് സൂക്തങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് കാനല്ലാഹു ഗഫൂറൻ റഹീമ നമ്മൾ മനസ്സിലാക്കേണ്ട രീതി, കാനല്ലാഹു ഇവിടെ ഗഫൂറൻ റഹീമൻ എന്നാണ് വരേണ്ടത്. കാനല്ലാഹു അലീമൻ ഹക്കീമൻ. അതേസമയം കാന ഇല്ലെങ്കിൽ വല്ലാഹു അലീമുൻ ഹക്കീം, അങ്ങനെ തന്നെ പറയാം. വകാന അംറുല്ലാഹി മഫ്ഊല. അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടേണ്ടതാണ്, പ്രവർത്തിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ കാന വന്നതുകൊണ്ട് അംറിന് ലമ്മ സ്ഥിരപ്പെടുത്തി. അതേപോലെ മഫ്ഊലൻ, കാന ഉപയോഗിച്ച് എന്താണ് അംറിനെ കുറിച്ച് എന്താണെന്നാണ് പറയുന്നത്? മഫ്ഊലാണ്, നിർവഹിക്കപ്പെടേണ്ടതാണ്, പ്രവർത്തിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു. കാനൽ ഇൻസാനു അജൂല. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറയുന്നു? ഇൻസാനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ഇൻസാന് ലമ്മ സ്ഥിരപ്പെടുത്തി. ഇൻസാനെ കുറിച്ച് എന്ത് പറയുന്നു? അജൂലാണ്, ധൃതിക്കാരനാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അതിന് ഫത്ഹ കൊടുക്കുകയും ചെയ്തു. അതേപോലെ മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ. മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ. കാന വന്നുകൊണ്ട് ഇബ്രാഹിമിനെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇബ്രാഹിമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറയുന്നു, എന്താണെന്നാണ് പറയുന്നത് എന്നാണ്. കാന ഉപയോഗിച്ച് ഇബ്രാഹിം അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ എന്തായിരുന്നില്ല എന്നാണ് പറയുന്നത്, ആരെ കുറിച്ചാണ് പറയുന്നത്? അതിന് ലമ്മ സ്ഥിരപ്പെടുത്തുന്നു. കാന ഇബ്രാഹിമു. ഇബ്രാഹിം എന്തായിരുന്നില്ല എന്നാണ് പറഞ്ഞത്? യഹൂദിയായിരുന്നില്ല എന്നാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഫത്ഹ ചെയ്യപ്പെടണം. കാനന്നാസ് ഉമ്മത്തൻ വാഹിദത്തൻ. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറയുന്നു? നാസിനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് നാസിന് ലമ്മ സ്ഥിരപ്പെടുത്തി. എന്താണെന്ന് ആയിരുന്നു എന്ന് പറഞ്ഞു? ഉമ്മത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അതിനെന്ത് ചെയ്തു? ഫത്ഹ കൊടുത്തു. കാനന്നാസ് ഉമ്മത്തൻ വാഹിദത്തൻ. പിന്നീട് ഞാൻ ഉദാഹരണം വിവരിച്ചപ്പോഴത്തെ അന്ന് തന്നെ പറഞ്ഞ ഒരു സൂക്തമാണ് ഇവിടെ ഉള്ളത്. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ മസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും. അപ്പൊ കാന ഉപയോഗിച്ചു. എന്ത് പറഞ്ഞു? കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചെല്ലാമാണ് പറഞ്ഞത്? ആബാഇനെ കുറിച്ചാണ് പറഞ്ഞത്. കാന ഉപയോഗിച്ചിട്ട് ആബാഇനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ആബാഇനോടൊപ്പം വാ ചേർത്ത എല്ലാത്തിനും ആബാഇന്റെ അതേ നിയമം. അപ്പൊ ആബാഇന് കാന വന്നതുകൊണ്ട് ലമ്മായി, അതിനോട് ചേർത്തുകൊണ്ട് അബ്നാഇനും ഇഖ്വാനും അസ്വാജിനും അഷീറത്തിനും അംവാലിനും പിന്നെ തിജാറത്തിനും പിന്നെ മസാക്കിനും എന്ത് ചെയ്തു? ലമ്മ കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് ആയിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നെങ്കിൽ, ഇവരെല്ലാം എന്തായിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. അഹബ് ആയിരുന്നെങ്കിൽ, ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു? അഹബിന് ഫത്ത് കൊടുത്തു. മാക്കാന വന്നു കഴിഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ മാക്കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അൽ മുഅ്മിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ നമ്മ സ്ഥിരപ്പെടുത്തണം. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? കാഫ് ലിയംഫിറു അല്ല, ഇവിടെ ഉദാഹരണം പറയുന്നത് മാക്കാൻ മുഅ്മിനൂന ലിയംഫിറു കാഫത്തൻ. ഈ ഉദാഹരണം എന്താണ്? മാക്കാന വന്നിരിക്കുന്നു, പക്ഷേ അതിൻ്റെ രണ്ടാം ഭാഗം എന്താണ്? ക്രിയാവാക്യമാണ്. ലിയംഫിറു എന്ന് വന്നത്. ലിയംഫിറു. അപ്പോ കാന ഉപയോഗിച്ച് മുഅ്മിനൂനെ കുറിച്ചാണ് പറഞ്ഞത്. മാക്കാനൽ മുഅ്മിനൂന. അപ്പോ ഇവിടെ ഉദാഹരണം തന്നിരിക്കുന്നത് കാന ഉപയോഗിച്ച് ലമ്മ വരേണ്ട സ്ഥാനത്ത് എന്ത് വന്നു? ഊന വന്നിരിക്കുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ലമ്മ വരേണ്ട സ്ഥാനത്ത് ഊന വന്നിരിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഉദാഹരണം എടുത്ത് കാണിച്ചിരിക്കുന്നത്. ലിയംഫിറു കാഫത്തൻ എന്നത് മറ്റൊരു ഘടകമായി, മറ്റൊരു വാക്യ ഘടകം ശകലമായി അതിന്റെ വിശദീകരണം പോവുകയാണ്. അടുത്ത രണ്ടാമത്തെ ഉദാഹരണം കാന അക്സറുഹും മുശ്രിക്കീൻ. കാന അക്സറുഹും മുശ്രിക്കീൻ. ഇവിടെ ഈ ഉദാഹരണം തന്നിരിക്കുന്നത് ബഹുവചനത്തിന് ഫത്ത് കൊടുക്കണമല്ലോ. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അക്സറിനെ കുറിച്ചാണ് പറഞ്ഞത്. അക്സർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം, അല്ലെങ്കിൽ അധിക പേര്. അക്സറിനെ കുറിച്ചാണ് പറഞ്ഞത്. അക്സറിന് എന്ത് കൊടുത്തു? ലമ്മ കൊടുത്തു. അവരെന്തായിരുന്നു എന്ന് പറഞ്ഞു? മുശ്രിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആ മുശ്രിക്കിന് എന്ത് ചെയ്തു? ഈന കൊടുത്തു. കാരണം എന്താണ്? ഫത്ത് ചെയ്യപ്പെടേണ്ടതാണ്. ഫത്ത് ചെയ്യപ്പെടുമ്പോൾ സുരക്ഷിത ബഹുവചനം എന്താകണം? ഈനയാകണം. മാക്കാൻ അക്സറുഹും മുഅ്മിനീൻ. അതും ആ പറഞ്ഞതുപോലെ തന്നെയാണ്. കാന ഉപയോഗിച്ച് അക്സറിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരെ കുറിച്ച് മുഅ്മിനീൻ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് വിശ്വാസികൾ ആയിരുന്നില്ല. അപ്പോ മുഅ്മിനീൻ എന്ത് ചെയ്തു? ഫത്ത് ചെയ്യപ്പെട്ടതായ രീതിയിൽ ഈന കൊണ്ട് അടയാളപ്പെടുത്തി. ഇന്നഹു കാന തവ്വാബ. ഉദാഹരണം വന്നിരിക്കുന്നു. ഇന്നഹു കാന തവ്വാബ. അപ്പൊ ഇന്നഹു കഴിഞ്ഞതിന് ശേഷം കാന വന്നു, തവ്വാബൻ വന്നു. നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നഹു കാന തവ്വാബ. അപ്പോ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? കാന ഹുവ കേട്ടോ, അവൻ. അപ്പോ കാനയിൽ ബിൽറ്റിനായി ഒരു ഹുവയുണ്ട്. ആ ഹുവയാണ് കാനയുടെ പ്രഥമ പദം, അല്ലെങ്കിൽ കാന ഉപയോഗിച്ച് ഹുവയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവൻ, തീർച്ചയായും അവൻ ആകുന്നു എന്നാണ് പറഞ്ഞത്. എന്താകുന്നു? തവ്വാബാകുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോ ഇന്നഹു വന്നിരിക്കുന്നത് തന്നെ അത് നമുക്ക് മനസ്സിലായി. ഇന്നഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ, കാന അവൻ ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? തവ്വാബായിരിക്കുന്നു. അപ്പൊ കാന ഉപയോഗിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാനയുടെ അകത്തുള്ള സർവനാമത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച്, അവനെക്കുറിച്ച് എന്താകുന്നു, എന്തായിരുന്നു എന്ന് പറഞ്ഞു? തവ്വാബാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിന് ഫത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തവ്വാബ് വന്നത്. وفتحت السماء فكانت أبوابا.
അതേപോലെ തന്നെ ആകാശം തുറക്കപ്പെട്ടു, അത് ആയിത്തീർന്നു അബുവാബൻ വാതായനങ്ങൾ. ഇപ്പൊ കാനെ ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഹിയയെ കുറിച്ചാണ് പറഞ്ഞത്. കാനയുടെ അകത്തുള്ള ഒളിഞ്ഞിരിക്കുന്ന സർവനാമമായ ഹിയയെ കുറിച്ചാണ് പറഞ്ഞത്. കാനത്ത് ഹിയ, അവൾ ആയി അല്ലെങ്കിൽ ആയിരുന്നു, ആയിത്തീർന്നു. എന്തായിത്തീർന്നു? അബുവാബൻ വാതായനങ്ങളായിത്തീർന്നു. അപ്പോ കാന ഉപയോഗിച്ച് ഹിയയെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് കാനത്ത് എന്ന് വന്നു. എന്തായിത്തീർന്നു? അബുവാബൻ. അത് അതിന്റെ രണ്ടാം ഘട്ടമാണ്. അബുവാബ. ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടത്. ദുർബലാക്ഷരങ്ങൾ നാം ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ച ദുർബലാക്ഷര ക്രിയകളുടെ ലിസ്റ്റ് അയച്ചെന്നു തോന്നുന്നു. PDF ആയിട്ട് അയച്ചു. അത്രയും ക്രിയകൾ നന്നായി പഠിക്കുക. അതാണ് ഗോൾഡിൽ നാം ചെയ്യുന്നത്. അത്രയും ക്രിയകളെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ ഗ്രാമർ ഇത്രയും പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ എന്തായാലും ഒരാഴ്ചയിലെ ബ്രേക്ക് കാണും. ഒന്നുകിൽ ബുധൻ, അതല്ലെങ്കിൽ എക്സാം നടത്താൻ പറ്റിയ മറ്റ് ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസത്തിൽ ആയിരിക്കും പരീക്ഷ. പതിനേഴ് ഗ്രൂപ്പുകളും നമുക്ക് എപ്പോൾ ചോദിച്ചാലും അറിഞ്ഞിരിക്കണം കേട്ടോ. 17 ക്രിയകളുടെ 17 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് എപ്പോൾ ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. നമ്മൾ സിൽവർ കഴിഞ്ഞാൽ പിന്നെ ഏത് സമയവും അത് എപ്പോഴും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് 17 ക്രിയകൾ പഠിച്ചാൽ മതി എന്നല്ല, 17 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. വേറെ